ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. مصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ، أقيم مقاما لم يقم فيه مرسل، وأمسط له حجب الجلال توطأ، إلى العرش والكرسي أحمد قد دنا، فنورهما من نوره يتلألأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. واعلموا يا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. സമാദരണീയരായ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ വാഴ്ത്തുന്ന ഒരു വലിയ സദസ്സിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. ആദരണീയരായ സയ്യിദവർകൾ വരുന്നത് വരെ ബറക്കത്തിന് വേണ്ടി അല്പം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് എല്ലാ നിലയിലും അവൻ പൊരുത്തപ്പെടുന്ന
നല്ല സുഹൃതങ്ങളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. നല്ല സദസ്സിൽ പങ്കെടുത്തതിൻ്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിലനിർത്തി തന്ന് പരിശുദ്ധ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും നമ്മുടെ ഉസ്താദുമാർ, സാദാത്തുക്കൾ, നമ്മുടെ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടി ഈ രൂപത്തിൽ സംഘടിപ്പിക്കുന്നതിന് അധ്വാനിച്ച മുഴുവൻ ഉസ്താദുമാർ, SJM-ൻ്റെയും SMA-യുടെയൊക്കെ നേതാക്കൾ, പ്രവർത്തകന്മാർ, ഈ പ്രദേശത്തുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാവരുടെയും എല്ലാവിധ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ ഒഴിഞ്ഞ കസേരകളിലേക്ക് ഒന്ന് കയറിയിരുന്നാൽ കൂടുതൽ കൂലി കിട്ടും. മുന്നിലുള്ള കസേരയിലേക്ക് നമ്മളെപ്പോഴും വസാബിഖൂന സാബിഖൂൻ എന്നാണല്ലോ. അപ്പോൾ കുറേ ആളുകളെ ബാക്കിൽ ഇരുത്താൻ പറ്റും. ചില ആളുകളൊക്കെ ബാക്കിൽ ഒഴിവില്ലാത്തത് കൊണ്ട് വരാൻ മടിയാവും. അപ്പോൾ ഒന്ന് മുന്നോട്ട് കയറിയിരുന്നാൽ, ഒന്ന് ഫില്ലാക്കിയാൽ കൂലി കൂടുതൽ കിട്ടും. സൊഫുകളൊക്കെ അങ്ങനെയാണല്ലോ. ഒന്നാം സൊഫിലൊരു വിളവ് കണ്ടാൽ നാലാം സൊഫിൽ നിൽക്കുന്ന ആളാണ് കാണുന്നതെങ്കിലും ജനങ്ങൾക്കിടയിലൂടെ ചെറിയ ഒരു വഴിയുണ്ടാക്കി പോയി ആ വിടവ് അടക്കണം എന്നാണ്. അപ്പൊ നിസ്കരിക്കുന്നതിന് മുന്നിൽ കൂടി ആള് നടന്നുപോയി എന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഒന്നാം സൊഫിൽ ഒരു വിടവുള്ളത് നാലാം സൊഫിലോ അഞ്ചാം സൊഫിലോ ഒന്ന് നിൽക്കുന്ന ആള് കാണുമ്പോൾ ആ ഒഴിവ് ബാക്കിൽ ഒന്ന് നിൽക്കുന്ന ആൾ അടക്കണം. രണ്ടാമത്തെ സൊഫിൽ വന്ന ആളെന്നെ അടക്കേണ്ടതാണ്. പക്ഷെ ആളെ വിടവ് തീർക്കാത്തത് കൊണ്ട് പിന്നിൽ വരുന്ന ആൾക്ക് മുന്നിലേക്ക് പോകാൻ ആരുടെയും പെർമിറ്റ് വേണ്ട. നേരെ അയാളെ മുന്നിലെ സൊഫിൽ നിൽക്കുന്ന പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും വലിയൊരു മൂല്യരാണെങ്കിലും ആ വടവ് തീർക്കാൻ മുന്നിലൂടെ നടന്നു പോകാം. തടയാൻ പാടില്ല. സാധാരണ നിസ്കരിക്കുന്നതിന്റെ മുന്നിൽ കൂടെ വന്നാൽ കൈകൊണ്ട് ഇങ്ങനെ തടയാന്നാണ്. ഈ വടവ് തീർക്കാനാണ് പോകുന്നതെങ്കിൽ തടയാൻ പാടില്ല. ആ വടവ് ശരിക്ക് തീർത്തെങ്കിലേ ബാക്കിലുള്ള ആളുകൾക്കൊക്കെ ജമാഅത്തിന്റെ പൂർണ്ണ കൂലി കിട്ടും. ഇപ്പൊ ഒന്നാം സഫൊക്കെ മിക്ക സ്ഥലങ്ങളിലും കാലിയാണ്. മുമ്പൊക്കെ ജുമാക്ക് ഒന്നാം സഫിൽ ഒരു ചാൻസും കൂടി ഉണ്ടാകൂല. ബാങ്ക് കൊടുക്കുന്നതിന്റെ 1/4 മണിക്കൂർ മുമ്പ് ഒന്നാം സഫ് ഫില്ലായിട്ടുണ്ട്. ഏത് ജമാഅത്തിനും ഇഖാമത്ത് കൊടുത്തിട്ട് ശേഷം പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നാൽ മതി. എന്നാലും ഒന്നാം സഫിൽ ഒരു ചാൻസ് കിട്ടും. ഒന്നാം സഫിലേക്ക് നിൽക്കാനുള്ള തിരക്കും അതിനുള്ള ഉത്സാഹവും ഒക്കെ സ്വഹാബത്തിന് വല്ലാത്ത പ്രതീതിയായിരുന്നു. കാരണം ഒന്നാം സഫിന്റെ മഹത്വം മനസ്സിലാക്കിയാൽ നടക്കാൻ കഴിയാത്ത ആള് കാൽമുട്ട് കൊണ്ട് മുട്ട് കുത്തിയിട്ട് അയാള് കൈയൊക്കെ നിലത്ത് വെച്ചിട്ട് നീന്തിയിട്ടാണെങ്കിലും ശരി ഒന്നാം സഫിലെത്തും. അത്രയും മഹത്വമുള്ള സംഗതിയാണ്. അപ്പൊ വരുന്ന ആളുകളൊക്കെ മുമ്പോട്ട് കയറിയിരിക്കും. അത് ആഖിറത്തിൽ നമ്മൾ മുൻപന്തിയിലെത്താനുള്ളൊരു മാർഗമാണ്. അങ്ങനെയല്ല ഖുർആൻ പഠിപ്പിച്ചത്, വസ്സാബിഖൂന സാബിഖൂന ഉലൈകൽ മുഖറബൂൻ. ഇവിടെ നന്മയിൽ കുതിച്ചു ചാടി മുൻപന്തിയിലെത്തിയ ആളുകൾ അസ്സാബിഖൂൻ, അവര് പരലോകത്തും മുൻപന്തിയിലാണ്. അതൊരു കുടുംബത്തിന്റെ പേരിലോ നാടിന്റെ പേരിലോ ഒന്നും കൊടുക്കുന്നതല്ല. അത് നന്മയിൽ മുൻപന്തിയിൽ ആരാണോ അവർക്ക് അവിടെ മുന്നിൽ സ്ഥാനം ഉണ്ടാവും. ദീർഘായുസ് പരിഗണിച്ചു കൊടുക്കുന്നതുമല്ല, സ്ഥാനം പരിഗണിച്ചു കൊടുക്കുന്നതുമല്ല. അതുകൊണ്ട് എല്ലാ നന്മകളിലും നമ്മൾ മുന്നോട്ട് എപ്പോഴും സജീവമാകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തും മദഹും ഒക്കെ
പറയുന്ന നല്ലൊരു സദസ്സാണ് നമ്മുടെ സദസ്സ്. ഏറ്റവും പ്രധാനമായും നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും യഥാവിധി സ്വീകാര്യോഗ്യമാകാൻ ഏറ്റവും അനിവാര്യമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുക, ബഹുമാനിക്കുക, പിൻപറ്റുക നമുക്കെല്ലാവർക്കും വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്യന്താപേക്ഷിതമായ ഒരു വിഷയമാണ്. അതിനാദ്യമായി നാം ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ അല്ലാഹു തആല നൽകിയ മഹത്വങ്ങൾ നമ്മൾ ഏറെ പഠിക്കേണ്ടതുണ്ട്. എത്ര പറഞ്ഞാലും തീർക്കാൻ കഴിയാത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ. ലോകത്ത് ആരുടെ ജീവിത ചരിത്രം എഴുതിയാലും ഒരു പക്ഷേ അത് അവസാനിച്ചേക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം എഴുതി തീർക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ്. കാരണം അവിടുത്തെ ജീവിതവും അവിടുത്തെ സ്വഭാവവും വിശദീകരിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. ഖുർആന്റെ വിശദീകരണങ്ങൾ തീർക്കാൻ കഴിയില്ലല്ലോ. ഖുർആൻ എത്ര ഒരാൾ വിശദീകരണം എഴുതിയാലും എത്ര വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നാലും പറഞ്ഞും എഴുതിയും തീർക്കാൻ കഴിയില്ല. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ആവർത്തിച്ച് ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ അങ്ങനെയാ നമ്മൾ ഓതുന്നത്. ഖുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഇനാ ബിമിസ്ലിഹി മദദ. സമുദ്രം മുഴുവനും, കരയിൽ അല്ലാഹു തആല ഭൂമിയിൽ തന്നിരിക്കുന്നത് അധികവും സമുദ്രമാണ്. സമുദ്രമല്ലാത്ത ഭാഗങ്ങൾ അതിനെ അപേക്ഷിച്ചു നോക്കുമ്പോൾ കുറവാണ്. സമുദ്രം മുഴുവനും റബ്ബിന്റെ വചനങ്ങൾക്കുള്ള മഷിയായി മാറുകയും ഇവിടെയുള്ള മരങ്ങളുടെ എല്ലാ കഷ്ണങ്ങളും പേനയാക്കി മാറ്റുകയും ചെയ്താലും ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി, എന്റെ റബ്ബിന്റെ വചനങ്ങൾ എഴുതിത്തീരുന്നതിന്റെ മുമ്പ് സമുദ്രം വറ്റി വരണ്ടു പോകും. വലൗ ജിഇനാ ബിമിസ്ലിഹി മദദ, പിന്നെയും അതുപോലെയുള്ള സമുദ്രങ്ങൾ മഷിയായി എത്ര കൊണ്ടുവന്നാലും എഴുതി തീർക്കാൻ കഴിയൂല, പറഞ്ഞു തീർക്കാനും കഴിയൂല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ എത്ര പറഞ്ഞാലും തീർക്കാൻ കഴിയൂല. അതുകൊണ്ടല്ലേ അല്ലാഹു തആലയും പറഞ്ഞത് വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, അല്ലാഹു തങ്ങൾക്ക് നൽകിയിരിക്കുന്ന മഹത്വങ്ങൾ അളീമൻ, അത് വിവരണാതീതമാണ്. എത്ര വിവരിച്ചാലും ഒരാൾക്ക് തീർക്കാൻ കഴിയൂല, പറഞ്ഞു തീർക്കാൻ കഴിയൂല. അത്രമാത്രം വലിയ മഹത്വങ്ങൾ. സഹോദരങ്ങളെ, എവിടുന്ന് പറഞ്ഞു തുടങ്ങണം? ലോകം പടക്കുന്നതിന്റെ മുമ്പ്, ലോകം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് റബ്ബ് സുബ്ഹാനഹു വ തആല ലോകം സൃഷ്ടിക്കാൻ നിശ്ചയിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു ആദ്യം നിശ്ചയിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കാനാണ്. തങ്ങളെ സൃഷ്ടിച്ചു എന്ന നിമിത്തം, ആ ഒരു കാരണം കൊണ്ടാണ് ലോകം മുഴുക്കയും ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും അല്ലാഹു തആല സൃഷ്ടിച്ചത്. എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടക്കുന്നു എന്നൊരു കാരണം കൊണ്ടാണ്. അപ്പൊ അംബിയായിനെ സൃഷ്ടിച്ചതും അതിനാണ്. ലോകത്തുള്ള ലക്ഷത്തിൽ പരം നബിമാർ വന്നത് അവർക്ക് അല്ലാഹു നൽകിയ ഗ്രന്ഥങ്ങൾ മാത്രം ഓതിക്കൊടുക്കാനല്ല. എല്ലാ നബിമാർക്കും കിതാബില്ലല്ലോ, എല്ലാ നബിമാർക്കും വഹിയുണ്ട്. പക്ഷെ ആ നബിമാരൊക്കെ ലോകത്ത് ഉത്ബോധിപ്പിച്ചൊരു ഉത്ബോധനം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ, അത് അല്ലാഹു ഇറക്കിയ കിതാബിലും ഏടുകളിലും ഒക്കെ നിരന്തരമായിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. ആ നബിയുടെ വർത്തമാനങ്ങൾ ലോകത്ത് പറയാതെ ഒരു നബിയും കടന്നുപോയിട്ടില്ല. എല്ലാ നബിമാരും ബിമബഅസിഹി കുല്ലുൻ നബിയീന ബശറത്
فما مرسل إلا له كان يخطبه. അവിടുത്തെ നിയോഗത്തെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കാതെ ഒരൊറ്റ നബിയും കടന്നുപോയിട്ടില്ല. നബിതങ്ങൾക്ക് വേണ്ടി പ്രഭാഷണം നടത്താതെ ഒരു റസൂലും ഒരു നബിയും ലോകത്ത് ജീവിച്ചു പോയിട്ടില്ല. എല്ലാ നബിമാരും ഇവിടെ വന്ന് പ്രഭാഷണം നടത്തിയതും പ്രചാരണം നടത്തിയതും ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ ഭൂമിയിൽ വരുമ്പോൾ, ഭൂമിയിൽ ഭൂജാതരാകുമ്പോൾ ലോകത്ത് നടക്കാനിരിക്കുന്ന അത്ഭുതങ്ങളും ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സ്ഥാനമാനങ്ങളും എല്ലാ മുർസലുകളും ലോകത്തത് പ്രസംഗിച്ചിട്ടുണ്ട്. ഫമാ മുർസലുൻ ഇല്ലാ ലഹു കാന യഖ്തുബു. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിലേക്ക് വിദേശ രാഷ്ട്രത്തിൽ നിന്നൊരു മുഖ്യാതിഥി വരുന്നുണ്ട് എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. അദ്ദേഹം വരുന്നതിന്റെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും, സന്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങും. ഇതുവരെ നമ്മുടെ ഇന്ത്യയിൽ വരാത്തൊരു മഹാമനുഷ്യനാണ് വരാൻ പോകുന്നത്. വലിയ മഹത്വങ്ങൾ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ആവും വിധം പ്രചരണങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും മെസ്സേജായി നമ്മൾ അയക്കും. എന്നാൽ ലോകത്തിന്റെ ഗുരു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്, ലോകത്ത് പ്രചരിപ്പിക്കുന്നത്, പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകളാണ്. അതിലൊരു നബിയല്ലേ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം. 1200 വർഷം അധികം ജീവിച്ച മഹാനാണവര്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം 200 വർഷം ജീവിച്ചില്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കഅബ പണിത് പൂർത്തിയായപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈ മക്ക നിവാസികളിൽ ഒരു റസൂലിനെ നീ അയക്കണേ അല്ലാഹ്. പിൽക്കാലത്ത് വരുന്ന ജനങ്ങളിൽ ഒരു റസൂലിനെ അയക്കണം. ആ റസൂലിന്റെ പ്രത്യേകത, നിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ച് ജനങ്ങളുടെ സ്വഭാവവും സംസ്കാരവും ഒക്കെ സംശുദ്ധമാക്കി അവരെ നല്ല വിധാനത്തിലേക്ക് ഉയർത്തുന്ന റസൂലാണ്. ആ റസൂലിനെ നീ നിയോഗിക്കണേ എന്നൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. കഅബന്റെ നിർമ്മാണം കഴിഞ്ഞ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന അതായിരുന്നു. ജനങ്ങളോടൊക്കെ ഉത്ബോധിപ്പിച്ചിരുന്ന വലിയ ഉത്ബോധനം. ഇതുപോലെ പ്രചരണം നടത്തിയ സന്ദേശം കൊടുത്തൊരു നേതാവ് ലോകത്ത് മറ്റൊരാളില്ല. എല്ലാ നബിമാരുടെയും വിജയത്തിന്റെ നിദാനം അവരുടെ മുതുകുകളിലൂടെ കടന്നു വന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിവാണ് സഹോദരങ്ങളെ. നൂറ് കടന്നു വന്നത് അംബിയാഇന്റെ മുതുകിലൂടെ, മഹാന്മാരിലൂടെ അല്ലേ നൂറ് കടന്നു വന്നത്. മഹത്തുക്കളിലൂടെ മാത്രമല്ലേ അവിടുത്തെ പരിശുദ്ധമായ പ്രഭ കടന്നു വന്നത്. ഖുർആൻ അത് വിശദീകരിച്ചു. വതഖല്ലുബക ഫിസ്സാജിദീൻ. ഓ നബിയേ, അങ്ങ് മാറി മറിഞ്ഞ് വന്നത് ഫിസ്സാജിദീന, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളിലൂടെ മാത്രമായിട്ടാണ്. നമ്മളൊന്ന് കൂട്ടി നോക്കൂ, നമ്മുടെ ബാപ്പമാരുടെ ഉപ്പാപ്പമാരെ പറ്റി, ഒരു 4ാം തലമുറയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. മേൽവിലാസം നോക്കുമ്പോൾ ഒരു പക്ഷേ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തായിരിക്കും. അതേ സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹന്മാര് മുഴുവനും എല്ലാവരും മുവഹിദുകളാണ്. ലോകത്തതിൽ ഒരൊറ്റ ആളും മുശ്രിക്കില്ല. നമ്മൾ പേര് എണ്ണി പഠിക്കാറില്ലേ? അബൂഹു അബ്ദുല്ലാഹ്
അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫിൻ മുൻതസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൽ ലുഐ ഗാലിബു ഫിഹ്റു മാലികുൻ നളുറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വാ മുദ്രിക ഇല്യാസു സുമ്മാ മുളറുൻ കും മുദ്രിക നിസാറുഹും മാ അദ്ദുഹും അദ്നാനു തർതീബുഹും ആതാ ബിഹി തിബിയാനു. ഈ 20 ഉപ്പാപ്പമാര് മാത്രമല്ല, അവര് പിന്നെ നേരെ ചെന്നെത്തുന്നത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലേക്കാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്കാണ്. അവിടുന്ന് മേൽപോട്ട് നോക്കൂ, അംബിയാഇന്റെ നീണ്ട ശൃംഖലയാണ്. അപ്പൊ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് എല്ലാ ഉപ്പാപ്പമാരും പരിശുദ്ധരാണ്, മഹാന്മാരാണ്. ഒരൊറ്റ ആളും ആ കൂട്ടത്തിൽ വൈകല്യങ്ങളുള്ളവരില്ല. വിശ്വാസരംഗത്തുള്ള വൈകല്യമല്ലേ ഏറ്റവും വലിയ വൈകല്യം. അങ്ങനെ വൈകല്യം സംഭവിച്ചൊരു പിതാവ് പോലുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വിശദീകരിച്ചത് അതാണ്. വതഖല്ലുബക ഫിസ്സാജിദീൻ. റബ്ബിനെ വിശ്വസിക്കുന്ന ആളുകളിലായിട്ടാണ് അങ്ങയുടെ പ്രകാശം മാറി മാറി മറിഞ്ഞു വന്നത്. ഒരൊറ്റ ആളും അല്ലാഹുവിനെ എതിർക്കുന്ന വിശ്വസിക്കാത്ത ആളാ കൂട്ടത്തിലില്ല. എന്തൊരു മഹത്വമാ സഹോദരങ്ങളെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത്. നാളെ ഞാനും നിങ്ങളും മഹ്ശറിലെത്തുമ്പോ, കോടിക്കണക്കിന് ആളുകൾ മുഴുവനും മഹ്ശറിലെത്തുമ്പോ ഒരാളും വിട്ടുപോകാതെ ഒരുമിച്ച് കൂടുന്നൊരു കേന്ദ്രം അതല്ലേ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദാ. ജനങ്ങളെ മുഴുവനും നമ്മൾ അവിടെ ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിർ മിൻഹും അഹദാ, ഒരാളെയും വിട്ടുപോകില്ല. ഇവിടെ കാണാത്തവരെയും അവിടെ കാണാം. കുറെ കാലമായി പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയുന്ന ആളുകളെയും അവിടെ കാണാൻ പറ്റും. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മഹ്ശറിൽ നമ്മളൊക്കെ മേൽപോട്ട് നോക്കുമ്പോ, മേലോട്ട് നോക്കുമ്പോ കാണുന്ന ഒരു പേരുണ്ട്. ഒരേ ഒരു പേരാ നമ്മൾ അവിടെ കാണുന്നത്. അവിടെ ഏറ്റവും വലിയൊരു സൃഷ്ടിയുണ്ട്, അതിന്റെ പേരാണ് അർശ്. ആ അർശിന്റെ മേലെ സൃഷ്ടികളിൽ നിന്ന് ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആരെ പേരാ സഹോദരങ്ങളെ ഉള്ളത്? അള്ളാഹുവിന്റെ പേരിനോട് ചേർത്തിക്കൊണ്ട് എഴുതി വെച്ച ഒരേ ഒരു നാമം. വേറെ ആരുടെയും പേരവിടെ എഴുതിയിട്ടില്ലല്ലോ. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അള്ളാഹു തണൽ നൽകുന്ന വലിയ സൃഷ്ടിയായ അർശ്. ആ അർശിന്റെ ചുവട്ടിൽ തണൽ കൊള്ളാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ആ അർശിന്റെ മുകളിലേക്ക് നോക്കില്ലേ എല്ലാവരും അവിടെ എഴുതി കാണുന്നൊരു പേര്. ആരുടെ പേരാണ്? അള്ളാഹുവിന്റെ പേരിനോട് ചേർത്തെഴുതിയിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമമല്ലേ. എന്തൊരു മഹത്വമാണതിന്. നിങ്ങളിപ്പോ മസ്ജിദുൽ ഹറാമിലേക്ക് പോയി നോക്കൂ, ഒരുപാട് രാജാക്കന്മാരുടെ പേരുണ്ട് എല്ലാ വാതിലിന്റെയും പടികൾക്ക് മുകളിൽ. മസ്ജിദുൻ നബവിയിലേക്ക് പോയി നോക്കൂ, രാജാക്കന്മാരുടെ പലരുടെയും പേരുണ്ട്. മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി നോക്കൂ, പഴയ കാലത്ത് പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയ പലരുടെയും പേരുണ്ട്. അതേ സമയത്ത് അതെല്ലാം ഒരു ടൈം കഴിഞ്ഞാൽ തീർന്നു പോകുമല്ലോ, എന്നൊന്നും നിലനിൽക്കില്ലല്ലോ. ജനങ്ങളൊക്കെ എപ്പോഴും കാണുന്ന രൂപത്തില് എല്ലാവരും ഒരേ കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂടി കാണുന്ന പേര് ഒന്ന് മാത്രമേ ഉള്ളൂ,
നമ്മുടെ നാട്ടിലുള്ള ഒരു നേതാവിന്റെയും പേരവിടെ കാണാനില്ല. നമ്മളൊരു ടൗണിലേക്ക് പോയി നോക്കൂ, എത്ര നേതാക്കളെ പേരുണ്ട്. ആസ്ഥാന മന്ദിരങ്ങളിലേക്ക് പോയി നോക്കൂ, എത്ര ആളുടെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്, എത്ര ആളുടെ ശില്പങ്ങളുണ്ട്, എത്ര ആളുകളുടെ പ്രതിമകളുണ്ട്. കോടിക്കണക്കിന് മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്ന ഒരേ കേന്ദ്രത്തിൽ എല്ലാവരും നോക്കിക്കാണുന്ന ഇസ്മു ഒന്ന് മാത്രമാണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്മല്ലാതെ അല്ലാഹുവിന്റെ പേരിനോട് ചേർത്തിയിട്ടൊരു മലക്കിന്റെ പേരില്ല, ഒരൊറ്റ നബിയുടെയും പേരില്ല, വേറൊരു മഖ്ലൂഖിന്റെയും പേരില്ല. ആ ഒരൊറ്റ പേര് കാരണമല്ലേ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് വിജയം കിട്ടിയത്. അന്തല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബിക ഫാസ വഹുവ അബാക. സുബ്ഹാനല്ലാഹ്. ഓ നബിയേ, തങ്ങൾ വലിയ മഹത്വമുള്ള നബിയാണ്. ലമ്മാ തവസ്സല ആദമു, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ കൊണ്ട് വസീലയാക്കിയപ്പോൾ ഫാസ, ആദം നബി അലൈഹിസ്സലാം വിജയിച്ചല്ലോ. വഹുവ അബാക, ആദം നബി അലൈഹിസ്സലാം തങ്ങളെ പിതാവായിരിക്കെ തന്നെ വലിയ വിജയം അല്ലാഹു തങ്ങൾക്ക് സമ്മാനിച്ചല്ലോ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അർശിന്റെ മുകളിലേക്ക് ഒന്ന് നോക്കിയപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുന്ന കാഴ്ച, അവിടെ ഒരു പേര് മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്, അള്ളാഹുവിന്റെ പേരിനോട് ചേർത്ത്. ഉടനെ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി മുഹമ്മദിൻ അൻ തഗ്ഫിറ ലീ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, അല്ലാ, എനിക്ക് നീ മാപ്പ് തരണേ അല്ലാ. അല്ലാഹു തആല ചോദിച്ചു, ആദം നബിയെ കൈഫ അറഫ്തഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഞാൻ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളെപ്പോലെ രൂപം കൊണ്ട് സൃഷ്ടിച്ചിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബിന്റെ രൂപവും അവിടുത്തെ നൂറുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബോഡി പോലെ ജസദ് പോലെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. അത് പിൽക്കാലത്തല്ലേ സൃഷ്ടികർമ്മം നടക്കുന്നത്. എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ അർശിലേക്ക് നോക്കിയപ്പോ അതിന്റെ മേലെ നിന്റെ പേരിനോട് ചേർത്തിയിട്ട് എഴുതി വെച്ച ഒരൊറ്റ പേര് മാത്രമാണ് കണ്ടത്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു പേര് മാത്രമാണ്. എത്ര മലക്കുകളുണ്ട്, ഒരു മലക്കിന്റെ പേരുമില്ല. എത്ര വലിയ മഹാന്മാര് വേറെയുണ്ട്, ഒരാളുടെയും പേരില്ല. അള്ളാഹുവിന്റെ എത്ര സൃഷ്ടിജാലങ്ങൾ വേറെയുണ്ട്, ആരുടെയും പേരില്ല. പക്ഷേ എഴുതി വെച്ചത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് മാത്രമല്ലേ. എനിക്ക് മനസ്സിലായി, നിന്റെ പേരിനോട് ചേർത്ത് എഴുതി വെച്ചൊരു പേര് അത്രയും മഹത്വവും ബഹുമാനവും ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി, ആദം നബിയെ ലൗലാഹു ലമാ ഖലഖ്തുക, ആ നബിയെ സൃഷ്ടിക്കാൻ എനിക്ക് തീരുമാനമില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ പടക്കൂലായിരുന്നു. നിങ്ങളെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുമുള്ള രഹസ്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നതുകൊണ്ടാണ്. എല്ലാവരെയും സൃഷ്ടിച്ചത് അങ്ങനെയാണ്. നമ്മളൊക്കെ സൃഷ്ടിച്ച അതിനു വേണ്ടിയാ, നമ്മളെ ആവശ്യത്തിന് വേണ്ടിയല്ല, നമ്മളെ കാര്യത്തിന് വേണ്ടിയല്ല. ലോകം മുഴുവനും സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ആദം നബിയെ, ആ മുത്തുനബിയെ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെയും ഞാൻ പടച്ചത്, സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ഞാൻ സൃഷ്ടിക്കൂലായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല വലിയ മഗ്ഫിറത്ത് നൽകി. ആ ആദം നബി അലൈഹിസ്സലാമിന് ഒരു കുടുംബം അല്ലാഹു തആല നൽകിയപ്പോ സ്വർഗത്തിൽ ഒരു ഇണയെ പടച്ചു വെച്ച് ആ ഇണയെ അപ്പുറത്തേക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതേ വലുപ്പത്തിൽ
60 മുഴമുള്ള ഒരു ഇണയെ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ എന്ന നല്ല സൗന്ദര്യമുള്ള നമ്മുടെ ഉമ്മയെ അപ്പുറത്ത് അല്ലാഹു സൃഷ്ടിച്ചു വെച്ചപ്പോ പൊതുവെ സ്വാഭാവികമായും ആണിന് പെണ്ണിന്റെ ശരീരത്തിലേക്കും പെണ്ണിന് ആണിന്റെ ശരീരത്തിലേക്കും ആകർഷണീയതയുണ്ടാകും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ലേ? അതെ. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ജീവിതം അത് ഒരുമിച്ചാകണമെങ്കിൽ, ശരിയായ രൂപത്തിൽ ഒന്നിക്കണമെങ്കിൽ, ഇണകളെ പോലെ കഴിയണമെങ്കിൽ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നിങ്ങൾ മഹർ കൊടുക്കണം, വിവാഹമൂല്യം കൊടുക്കണം. എന്താണ് അല്ലാഹുവേ ഞാൻ കൊടുക്കേണ്ട മഹർ? സ്വർഗത്തിൽ എന്ത് മഹറാ കൊടുക്കാനുള്ളത്? സ്വർഗത്തിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ മഹർ എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു 10 സ്വലാത്ത് ചൊല്ലിക്കോളൂ. സ്വലാത്തിന്റെ മൂല്യം എത്ര വലുതാണ്! ലോകത്ത് മനുഷ്യ സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത് ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുമല്ലേ? അവര് തമ്മിലുള്ള ജീവിതം ഒരുമിപ്പിക്കുന്നതിന് അല്ലാഹു വിവാഹമൂല്യമായി നിശ്ചയിക്കുന്നത് സഹോദരങ്ങളെ, സ്വർണത്തിനേക്കാളും മൂല്യമുള്ള, വെള്ളിയേക്കാളും മൂല്യമുള്ള, രത്നത്തിനേക്കാളും വിലയുള്ള, ലോകത്തെല്ലാ അമൂല്യ വസ്തുക്കളെക്കാളും വിലയുള്ളതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത്. സ്വർണം അവിടെ കൊടുക്കാൻ പ്രയാസമുണ്ടോ? വെള്ളി കൊടുക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? ഏറ്റവും വിലപിടിപ്പുള്ള മുത്ത് എവിടെയാ ഉള്ളത്? സ്വർഗത്തിലല്ലേ. നാളെ ധരിപ്പിക്കപ്പെടൂലേ സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക്? യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുലുഇൻ. നല്ല മുത്തിന്റെ വളകൾ ധരിപ്പിക്കപ്പെടൂലേ? സ്വർണത്തിന്റെ വളകളും ധരിപ്പിക്കപ്പെടൂലേ? ആ സ്വർണം പോലെ കാരറ്റുള്ള സ്വർണം ലോകത്തെവിടെയാണ്? ആ മുത്തുപോലെ മഹത്വമുള്ള മുത്ത് ലോകത്തെവിടെയാണ്? കൊടുക്കാൻ അവിടെ ഒരു പ്രയാസവുമില്ല. എത്ര പവൻ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ അതിനേക്കാളും വലുതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. അതല്ലേ മഹറായി കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സന്താനം ജനിക്കുന്നതിന്, ഒരു കുടുംബത്തെ നിശ്ചയിക്കുമ്പോൾ അല്ലാഹു മഹറാക്കി കൊടുത്തത് നമ്മുടെ നബി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ്. വേറെ എന്തെല്ലാം കൊടുക്കാം? ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞൂടെ, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചെന്ന ഇൽമിൽ നിന്ന് ഹവ്വാ ബീവിക്ക് കുറച്ച് ഇൽമങ്ങ് പഠിപ്പിച്ചു കൊടുത്തോളൂ, അതായിക്കോട്ടെ മഹർ. അങ്ങനെയും പറയാലോ അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാമിന് എന്തെല്ലാം പഠിപ്പിച്ചു കൊടുത്തു? അല്ലം ആദമൽ അസ്മാഅ കുല്ലഹാ. മലക്കുകളെ മുന്നിൽ തന്നെ വലിയ ബഹുമാനം കൊടുത്തത് ആ ഇൽമു കൊണ്ടല്ലേ. കുറച്ച് ഇൽമു നിങ്ങൾ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തോളൂ ഹവ്വാ ബീവിക്ക്, എന്നിട്ട് വിവാഹാക്കാം. ഒന്നിനും പ്രയാസമില്ലാത്തൊരു ലോകമാണ് സ്വർഗലോകം. അവിടെ വെച്ച് കൊടുക്കാൻ പറഞ്ഞൊരു മഹർ സ്വലാത്താണ് സഹോദരങ്ങളെ. എത്രമാത്രം വലിയ മൂല്യമുണ്ട് സ്വലാത്തിന്. നമ്മളൊക്കെ ലോകത്ത് വരാനുള്ള കാരണം ആ സ്വലാത്താണ്. ആ മഹറായി കൊടുത്ത സ്വലാത്ത്. ഒരു കുടുംബം, ആ കുടുംബത്തിൽ നിന്ന് പിന്നീട് ഒരുപാട് സന്താനങ്ങൾ പിറന്ന് വരുന്നതിന് ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളിലൂടെയല്ലേ പിന്നീട് അമ്പിയാക്കളൊക്കെ ലോകത്ത് വരുന്നത്. ശീശ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഇങ്ങനൊക്കെ വരുന്നത് അവിടുന്നല്ലേ. അപ്പൊ അതിന് തുടക്കം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലുള്ള സ്വലാത്താണ്. എത്ര വലിയ മഹത്വമാണ് ആ സ്വലാത്തിനുള്ളത്. അത് വിശദീകരിച്ചാൽ തീർക്കാൻ കഴിയുമോ? ഈ ലോകത്തുള്ള മനുഷ്യര് മൊത്തം പടക്കുന്നതിന് കാരണം ആ സ്വലാത്ത്, ആ കുടുംബ ബന്ധത്തിന്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വലിയ സന്തോഷകരമായ ജീവിതത്തിന് അല്ലാഹു തആല കാരണമാക്കിയത് ആ സ്വലാത്താണ്. ഒരു 10 സ്വലാത്ത്, ഒരു 20 സ്വലാത്ത് ദിനേന സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ സ്വലാത്ത് നിർത്തിപ്പോകരുത്, കൂടുതലാക്കണം. വയസ്സ് കൂടുന്നതിനനുസരിച്ച് സ്വലാത്ത് അങ്ങനെ കൂടുതലാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അനുഗ്രഹങ്ങൾ കൂടുന്നതിനനുസരിച്ച് സ്വലാത്തൊക്കെ കൂടുതലാക്കുക. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ.
നമ്മൾ സ്വലാത്തുകൾ എണ്ണം കുറക്കാൻ പാടില്ല. നിയമത്ത് ഇങ്ങനെ കൂടുമ്പോ ദിക്റും സ്വലാത്തൊക്കെ കൂടി വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ധാരാളം പഠിക്കണം. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആൻ എത്രയാണ് അവിടുത്തെ മഹത്വങ്ങൾ സൂചിപ്പിച്ച് പറഞ്ഞത്, വ്യക്തമാക്കി പറഞ്ഞത്. ഏതെങ്കിലും ഒരാളെ അമ്പിയാക്കളെ കൂട്ടത്തിൽ, അമ്പിയ എല്ലാവരും പരീക്ഷണം അനുഭവിച്ചവരാണ്. പരീക്ഷണം അനുഭവിക്കാത്തൊരു നബിയും ലോകത്ത് കഴിഞ്ഞു കിട്ടില്ല. എല്ലാ നബിമാരും പരീക്ഷണം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു നബിയെ തന്റെ ഖൗമ്, തന്റെ സമൂഹം, അല്ലെങ്കിൽ തന്നെ വിശ്വസിക്കാത്ത ആളുകൾ എതിർത്ത് എന്തെങ്കിലും പറഞ്ഞതിന് വേണ്ടി അല്ലാഹു തആല മറുപടി കൊടുത്ത് പ്രതികരിച്ചത് ആകെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അതാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വാക്കുള്ളിനൊക്കെ ഉത്തരം പറഞ്ഞ നബിമാരാ. വാക്കുള്ളിന് ഉത്തരം പറഞ്ഞ നബിമാരാണ്. നൂഹ് നബി അലൈഹിസ്സലാമിനോട് അവിടുത്തെ ജനത പറഞ്ഞു, നൂഹ് നബിയെ, നിങ്ങൾ ഒരു കഥയില്ലാത്ത ആളാണ്, നിങ്ങൾക്ക് ഒരു കഥയില്ല, ഒരു വിഷയം അറിയില്ല. നൂഹ് നബി അലൈഹിസ്സലാമാണ് അതിന് മറുപടി പറയുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമിനോട് അവർ പറഞ്ഞു, ഇന്നാ ലനറാക ഫീ സഫാഹ വ ഇന്നാ ലനദുന്നുക മിനൽ കാദിബീൻ. ഹൂദ് നബിയെ, നിങ്ങൾ എന്തൊക്കെയോ പൊട്ടപ്പോയത്തെങ്ങനെ വിളിച്ചു പറയാണ്, നിങ്ങൾക്കൊരു വിവരമില്ല. ഹൂദ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറ, ജനങ്ങളെ, എനിക്കങ്ങനെ ഒരു മണ്ടത്തരം, ഒരു പോയത്തരം, വിഡ്ഢിത്തം വിളിച്ചു പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല. വലാകിന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ അല്ലാഹുവിൽ നിന്നുള്ള റസൂലാണ്, നിങ്ങൾ വിശ്വസിക്കണം. സ്വാലിഹ് നബി അലൈഹിസ്സലാം ഉപദേശിച്ചപ്പോ ജനങ്ങൾ എന്ത് പറഞ്ഞു? ഇന്നാ ലനറാക ഫീ ളലാലിൻ മുബീൻ, നിങ്ങൾ ഞങ്ങളെക്കാളും പഴച്ച ആളാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് മറുപടി സ്വാലിഹ് നബി അലൈഹി സ്വലാം തന്നെ പറയുന്നത്, ലൈസ ബി ളലാല വലാകിന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ, എനിക്കൊരു പിഴവും പറ്റിയിട്ടില്ല, ഞാൻ അല്ലാഹുവിൽ നിന്നുള്ള ദൂതനാണ്, റസൂലാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ശുഐബ് നബി അലൈഹി സ്വലാമിനോട് അവർ പറഞ്ഞില്ലേ, ഓ ശുഐബ് നബിയേ, ഇന്നാ ലനറാക ഫീനാ ളഈഫാ, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലനാണ്, ഞങ്ങളോട് ഉപദേശിക്കാനൊന്നും നിങ്ങൾ വരണ്ട. ലൂത്ത് നബിയോട് അവർ പറഞ്ഞില്ലേ, നിങ്ങളെ കല്ലെടുത്ത് ഞങ്ങൾ എറിഞ്ഞുകൊല്ലും, അതിനൊക്കെ മറുപടി പറയുന്നത് നബിമാരാണ്. അതേ സമയത്ത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യ പ്രബോധനത്തിന്റെ 3 വർഷം കഴിഞ്ഞ് പരസ്യമായി ജനങ്ങളോട് മുന്നറിയിപ്പ് കൊടുക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനും നിർദ്ദേശം വന്നപ്പോ മക്കയിലുള്ള ഗോത്രത്തലവന്മാരെ മുഴുവനും സഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് ഒന്ന് വിളിച്ചപ്പോ, അൽ അമീനല്ലേ വിളിക്കുന്നത്, വെറുതെ ഒരിക്കലും നമ്മ വിളിക്കൂല. ഓരോ കുടുംബത്തിലെയും തലവന്മാര് കയറി ചെന്നു. ഹാഷിം കുടുംബത്തിന്റെ തലവനായി കയറി ചെന്നത് അബൂലഹബാണ്. അബൂലഹബ് അവിടെ എത്തി, നേതാക്കളൊക്കെയുണ്ട്. ആ നേതാക്കളോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ഓ നേതാക്കളെ, ജനങ്ങളെ, അറഅയ്തുകും ലൗ അന്ന ഖൈലം ബിസഫി ഹാദൽ ജബലി അകുൻതും മുസദ്ദിഖീൻ, നിങ്ങളിപ്പോ ഈ മലയുടെ മുകളിലല്ലേ ഇരിക്കുന്നത്, ഇതിന്റെ അടിഭാഗത്തുകൂടെ നിങ്ങളെ ആക്രമിക്കാൻ ലക്ഷ്യം വെച്ച് ഒരു സംഘം വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? ഇരിക്കുന്ന നേതാക്കൾ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറഞ്ഞു, നഅം, അതെ, ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കാനാ, ഞങ്ങളത് ഉറച്ച് വിശ്വസിക്കും. ഇപ്പൊ ആ മലയുടെ മുകളിൽ അപ്പുറത്തുള്ള നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഇവിടെ അല്ലേ ഇരിക്കുന്നത്. കുതിര സംഘത്തെ നിങ്ങൾ കണ്ടോ? കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ അങ്ങ് വിശ്വസിക്കുമല്ലേ? എന്തേ വിശ്വസിക്കാതിരിക്കാൻ? കുട്ടിക്കാലം മുതൽക്ക് നിങ്ങളെ കൂടെ ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ഒരു സംസാരത്തില്, സ്വന്തമായിട്ടോ മറ്റുള്ളവരോടോ ഉള്ള സംസാരത്തില് ഒരു കളവിന്റെ ലാഞ്ചന പോലും ഞങ്ങൾക്ക് അനുഭവമേ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ
ഉറച്ചു വിശ്വസിക്കും. നിങ്ങൾ കാണാത്ത ഒരു കാര്യം ഞാൻ പറയുമ്പോ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങളെ ആക്രമിക്കാൻ ലക്ഷ്യം വെച്ച ഒരു സംഘം വരുന്നു എന്ന് പറയുമ്പോ ഞാനങ്ങ് പറയുമ്പോ നിങ്ങൾ വിശ്വസിക്കൂലേ? എന്നാ ജനങ്ങളെ, നിങ്ങൾ കാണാത്ത ഒരു ലോകമുണ്ട്, നിങ്ങൾ അറിയാത്ത ഒരു ലോകമുണ്ട്, നിങ്ങൾ അറിയാത്ത, നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു വിഷയമുണ്ട്. ആഖിറം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. അള്ളാഹു എനിക്ക് ഇൽമു തന്നിട്ടുണ്ട്. ആ ആഖിറത്തെ പറ്റി നിങ്ങൾക്കൊന്നും അറിയാത്ത, അളക്കാൻ കഴിയാത്ത അത്രയും ഇൽമു അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. ഫഇന്നീ നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. അല്ലാഹുവേ, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ കാണാത്ത വലിയൊരു ശിക്ഷയെ പറ്റി നിങ്ങളോട് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് വിശ്വസിക്കണേ ജനങ്ങളെ. ഈ കാണുന്ന പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ വരുന്ന അക്രമി സംഘത്തെ കാണാതെ തന്നെ വിശ്വസിക്കാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ, നിങ്ങളെ സൃഷ്ടിച്ച ഒരുവനുണ്ട്, നിങ്ങളെ സംവിധാനിച്ച് പരിപാലിക്കുന്ന ഒരുവനുണ്ട്. ആ ഒരുവനിൽ നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ അവന്റെ റസൂലായി അള്ളാഹു എന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നും നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിക്കാത്ത പക്ഷം നിങ്ങൾ കാണാത്ത, അനുഭവിക്കാത്ത വലിയൊരു ശിക്ഷ അതിന്റെ പിറകിൽ നിങ്ങൾക്ക് വരും. ഇത് പറഞ്ഞപ്പോ ആ വന്ന 10-25 നേതാക്കളിൽ ഒരാള് മാത്രമേ പ്രതികരിച്ചുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം മൂത്താപ്പ, ഉപ്പയുടെ സഹോദരനായ അബൂലഹബ്. അബൂലഹബല്ലേ പറഞ്ഞത്, അതെ, ഇതിനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? തബ്ബല്ലക അലിഹാദാ ദഊതനാ. നാശം നിനക്ക്. നാശം എന്ന് പറയുന്നൊരു വാക്ക് സാധാരണക്കാരോട് പറയുന്ന ഭാഷയിൽ ഏറ്റവും താഴ്ന്നൊരു ഭാഷയാണത്. തബ്ബല്ലക. സംസാരിക്കുമ്പോ തന്നെ ദ്വയാർത്ഥമുള്ള, അർത്ഥത്തിന് വല്ല കേടുള്ള എന്തെങ്കിലും ഒരു സംസാരം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോ അങ്ങനെ പറയരുത് എന്ന് അള്ളാഹു ഉപദേശിക്കുന്നു. അങ്ങനെ പറയാൻ പാടില്ല. വേറെയും ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥപ്രകാരം വെച്ച് നോക്കുമ്പോ ആ വാക്കിന് ചെറിയ മോശമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭാഷ പോലും മുത്തുനബി തങ്ങളോട് പറയരുത്. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളോട് പറഞ്ഞത്, ലാ തഖൂലു റാഇനാ വഖൂലു ഉൻദുർനാ. വിശ്വാസികളെ, നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ പലപ്പോഴും നേതാക്കളോട് മുമ്പൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, റാഇനാ. ആ വാക്കിന് വേറെയും ഒരു അർത്ഥമുണ്ട്. അത് എന്റെ ഹബീബിനോട് പറയാൻ പറ്റൂല. എന്റെ ഹബീബിനോട് നല്ല ഭാഷയിൽ സംസാരിക്കണം. ഉൻദുർനാ, ഞങ്ങളെയും ഒന്ന് പരിഗണിക്കണം, ഞങ്ങളെയും ഒന്ന് വീക്ഷിക്കണം, ഞങ്ങളെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയാ പറയാ. റായിനാന്ന് മുമ്പൊക്കെ നേതാക്കളോട് പറഞ്ഞിരുന്ന ഭാഷ, ആ വാക്കിന് ദ്വയാർത്ഥമുണ്ട്, വേറൊരു ദുരർത്ഥമുണ്ട്. അതെന്റെ നേതാവിനോട് പറയാൻ പറ്റൂല, എന്റെ ഹബീബിനോട് അത് പറയാൻ പറ്റൂല, എന്റെ നബിയോട് പറയാൻ പറ്റൂല. നിങ്ങൾ ഇത് പറയണം. അങ്ങനെ ഒരു ഭാഷ കുറവുള്ളത് പോലും അല്ലാഹു തആല തിരുത്തുന്നു. അബൂലഹബ് തബ്ബല്ലക എന്ന് പറഞ്ഞപ്പോഴേക്ക് സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയില്ലേ, തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂലഹബ് ഒരു തബ്ബല്ലേ പറഞ്ഞത്. മറുപടിയായിട്ട് അല്ലാഹു പറഞ്ഞിടത്ത് 2 തബ്ബുണ്ട്. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്. എന്റെ ഹബീബിനോട് ഒരു തബ്ബല്ലേ നീ പറഞ്ഞത്, നിനക്ക് 2 തബ്ബാണ് എന്റെ മറുപടി. 2 നാശമാണ്. ദുനിയാവിലും നിനക്ക് നാശമാണ്, ആഖിറത്തിലും നാശമാണ്. തബ്ബൽ തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്. അബൂലഹബിന്റെ കരങ്ങൾ നശിച്ചിരിക്കുന്നു, നശിക്കുക തന്നെ ചെയ്യും. കരങ്ങൾ എന്ന് പറഞ്ഞത് കയ്യുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ്. കയ്യുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പ്രത്യേകിച്ചുണ്ടായി അന്ന് വൈകുന്നേരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ പർവ്വതത്തിന്റെ മുകളിൽ ഉപദേശിച്ച അന്ന് വൈകിട്ട് അബൂലഹബ് സ്വന്തക്കാരനല്ലേ, ബാപ്പയുടെ സഹോദരനല്ലേ. ജനങ്ങൾക്കിടയിൽ വിശ്വസിക്കാൻ അബൂലഹബിന് മടിയുണ്ടാകും. അതുകൊണ്ട് ഒറ്റക്കൊന്നു പോയി കാണട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വഭാവം നമ്മൾ പഠിക്കണം. ഒരാളോട് ഒരു വട്ടം ഉപദേശിച്ചിട്ട് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ അയാളോട് ഒന്നും പറയണ്ടെന്നല്ല, പിന്നെയും പോയി പറയണം, പിന്നെയും പോയി പറയണം, സ്വന്തമായിട്ട് പറയണം, ഉപദേശിക്കണം.
ആ കാണുന്ന നേതാക്കൾക്കിടയിലൊക്കെ വെച്ച് നബി തങ്ങളെ വഷളാക്കിയില്ലേ ഈ മറുപടി പറഞ്ഞിട്ട്? അതും സ്വന്തക്കാരനായ ആള്, കുടുംബക്കാരനായ ആള്. നമ്മളെ ഭാഷ എന്തായിരിക്കും? വേറെ ആരെങ്കിലൊക്കെ എന്നോട് എതിർക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ലേ, ഇനി ആളെ കാണാൻ തന്നെ പോണ്ട. തങ്ങൾ അങ്ങനല്ല, തങ്ങൾ വൈകുന്നേരം പിന്നെയും പോയി, പിന്നെയും പോകണം, പിന്നെയും ഉപദേശിക്കണം, പിന്നെയും നന്നാകോ നോക്കണം. വൈകുന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നപ്പോ അബൂലഹബ് വിചാരിച്ചെന്താണെന്നറിയോ? രാവിലെ അങ്ങനെ തൗഹീദിലേക്ക് ക്ഷണിച്ചതിന് ക്ഷമാപണം നടത്താൻ വേണ്ടി വന്നതായിരിക്കും, അങ്ങനെ പറ്റിപ്പോയതാണ്, എന്നോട് മാപ്പാക്കണം എന്ന് പറയാൻ വേണ്ടി നബി തങ്ങൾ വന്നതായിരിക്കും എന്നാണ് അബൂലഹബ് കരുതിയത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുത്താപ്പ, ഞാൻ രാവിലെ പറഞ്ഞ ആ കാര്യം ജനങ്ങൾക്കിടയിൽ, നേതാക്കൾക്കിടയിൽ വെച്ച് സമ്മതിക്കാൻ പ്രയാസാണെങ്കിൽ സ്വന്തമായിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാന്ന് കരുതി വന്നതാണ്. അപ്പൊ ഒരു സുഖമുണ്ടല്ലോ, സ്വന്തമായിട്ടൊന്ന് കേൾക്കുമ്പോഴും പറയുമ്പോഴും അതിനുവേണ്ടി അതൊന്നുകൂടി ആവർത്തിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പൊ അബൂലഹബിന്റെ മുഖം ചുവന്നു. അബൂലഹബ് പറഞ്ഞു, അവിടെ ആ വീട്ടിന്റെ നേരെ മുറ്റത്ത് ഓടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയൊരു ആട്ടിൻകുട്ടിയുണ്ട്, പാല് കുടിക്കുന്ന പ്രായമായിട്ടുള്ളൂ ആ ആട്ടിൻകുട്ടിക്ക്. അതിനെ ചൂണ്ടിയിട്ട് അബൂലഹബ് പറഞ്ഞു, ലാ ഊമിനു ബിക ഹത്താ യുഅ്മിന ബിക ഹാദൽ ജദിയു. ഈ ആട്ടിൻകുട്ടി നിന്നെ വിശ്വസിക്കുന്നത് വരെ ഞാൻ വിശ്വസിക്കൂല എന്ന് പറഞ്ഞു. ഈ ആട്ടിൻകുട്ടി നിന്നെ വിശ്വസിക്കുന്നവരെ ഞാൻ വിശ്വസിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എളുപ്പമായി. തങ്ങൾ ആട്ടിൻകുട്ടിയോട് ചോദിച്ചു, ഞാൻ ആരാണ്? ആട്ടിൻകുട്ടി പറഞ്ഞു, അന്ത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് നബിയേ. ആട്ടിൻകുട്ടി അള്ളാഹുവിന്റെ റസൂലാണ് അറബി ഭാഷയിൽ അങ്ങ് തുറന്നു പറഞ്ഞപ്പോ അബൂലഹബിന് ഒന്നുകൂടി ദേഷ്യം കൂടി. അവൻ വീടിന്റെ അകത്തേക്ക് പോയി ഒരു കത്തി എടുത്തു കൊണ്ടുവന്ന് അതിന്റെ കരങ്ങൾ പച്ചയായി മുറിച്ചങ്ങ് മാറ്റി. ആടിനോടുള്ള ദേഷ്യം കൊണ്ട് അതിന്റെ കൈകൾ മുറിച്ചു മാറ്റിയപ്പോ അതിന് പകരമായിട്ട് അല്ലാഹു പറഞ്ഞതാണ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ കരങ്ങൾ നശിച്ചിരിക്കുന്നു, നശിക്കുക തന്നെ ചെയ്യും. ദുനിയാവിലും നാശമാണ്, ആഖിറത്തിലും നാശമാണ്. ദുനിയാവിൽ ഒരാളെ വിജയത്തിന് ഒരാൾ കരുതുന്നത് എന്താണ്? സമ്പത്തും സന്താനങ്ങളും അല്ലേ. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അതിന്റെ വിശദീകരണമാണ് സഹോദരങ്ങളെ തൊട്ടടുത്ത ആയത്തുകളൊക്കെ. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവന്റെ സമ്പത്തും സമ്പാദ്യവും അവന് ഉപകരിക്കില്ല, ഉപകാരം ചെയ്തിട്ടില്ല. സാധാരണ ഒരു ബാപ്പനെയും ഉമ്മനെയും മക്കൾ നോക്കളെപ്പോഴാ കൂടുതലൊന്ന് പരിഗണിക്കേണ്ട സമയം? അവർക്ക് സുഖമില്ലാതാകുമ്പോഴാണ്. അബൂലഹബിന് സൂക്കേടായപ്പോ മക്കൾ ചെയ്തത് എന്താണെന്നറിയോ? വീടിന്റെ ഒരു റൂം ഉണ്ടാക്കിയിട്ട് ആ റൂമിന്റെ ഉള്ളിൽ അടച്ചുപൂട്ടി. നേതാക്കളൊക്കെ വന്നിട്ട് അബൂലഹബിന്റെ ശരീരത്തിൽ ഇങ്ങനെ ചർമ്മങ്ങൾ, തൊലികളൊക്കെ ഇങ്ങനെ പല ഭാഗത്തേക്ക് ഇങ്ങനെ പൊളിഞ്ഞു വന്ന് അതിലൂടെ രക്തവും ചെലവും നീരും ഒക്കെ ഇങ്ങനെ ഒഴുകിയിട്ട് ദുർഗന്ധം വമിക്കുമ്പോ നേതാക്കൾ പറഞ്ഞു, മുശ്രിക്കുകളുടെ നേതാക്കൾ പറഞ്ഞു, നമ്മളെ നേതാക്കളിൽപ്പെട്ട ആളാണ് മക്കളെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ബാപ്പയെ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം. ഏതെങ്കിലും മകൻ കേട്ടോ? ഏതെങ്കിലും ഒരു ചികിത്സ ഏതെങ്കിലും മക്കൾ കൊടുത്തോ? അവരാ റൂമിന്റെ ഉള്ളിൽ അടച്ചുപൂട്ടി. മരണം കഴിഞ്ഞിട്ട് തന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവരറിഞ്ഞത്. പുറത്തേക്ക് വാസന അടിച്ച് വീശിയപ്പോ അയൽവാസികൾ വന്നിട്ട് പറഞ്ഞു, വല്ലാതെ വാസനിക്കുന്നുണ്ടല്ലോ, എന്താണ് ഇങ്ങനെ വാസന? തുറന്നു നോക്കുമ്പോ അബൂലഹബ് പണി പോയിട്ടുണ്ട്. അബൂലഹബ് മരിച്ചിട്ടുണ്ട്. എന്നാൽ ആ മരിച്ച ശരീരത്തിനോടൊരു ബഹുമാനം. സ്വന്തം ബാപ്പയല്ലേ, ബാപ്പ എന്നുള്ള നിലക്ക് ആ മക്കള് ഒന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഒരു കുഴി കുഴിച്ചിട്ട് മറവേതോ? ഇല്ല. ഖുർആനാ പറഞ്ഞതിന്റെ വിശദീകരണം നോക്ക് നിങ്ങൾ. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. എത്ര സ്വത്തുണ്ട് അബൂലഹബിന്? ആ സ്വത്ത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടിയോ? എന്താ ഉപകാരം കിട്ടാതിരിക്കാനുള്ള കാരണം? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്ന് പറഞ്ഞ ഒരൊറ്റ എതിർപ്പിന്റെ ഭാഷ തബ്ബല്ലക എന്നുള്ള ഭാഷ. നിബിതങ്ങളെ ഒരാൾ എതിർത്തിട്ട്, വിദേഹത്തുകാരനൊക്കെ എതിർത്തിട്ട് അവനങ്ങനെ ദുന്യാവിലും ആഖിറത്തിലൊക്കെ രക്ഷപ്പെടും നിങ്ങൾ കരുതുന്നുണ്ടാ? ഒരിക്കലും കരുതണ്ട, സ്വപ്നം കാണണ്ട. അല്ലാഹുവിന്റെ റസൂലിനെ എതിർക്കുന്ന വിദേഹത്തുകാരൻ, മുനാഫിഖ്, ദുനിയാവിലും ആഖിറത്തിലും അവൻ ഒരു നിലക്കും രക്ഷപ്പെടൂല. ശിക്ഷിക്കപ്പെടുന്ന രൂപങ്ങളല്ലേ പലരും കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇടങ്ങേറാകുന്ന രൂപങ്ങൾ പല വിധേനയും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ സഹോദരങ്ങളെ.
അബൂലഹബിനെ മറവ് ചെയ്യാൻ വേണ്ടി കൂലിക്കൊരാളെ കൊണ്ടുവന്നു. ചില്ലറ ദിർഹം അയാളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എവിടെങ്കിലും ഒന്ന് കൊണ്ടുപോയി ഉപേക്ഷിക്കണം. സ്വന്തം ബാപ്പയെ കുളിപ്പിക്കാതെ, കഫൻ ചെയ്യാതെ, ഒരു കുടി കുഴിച്ചിട്ട് അതിൽ മറവ് ചെയ്യാതെ, മനുഷ്യത്വ പരിഗണന പോലും കൊടുക്കാതെ, സുബ്ഹാനല്ലാഹ്, കൂലിക്ക് ആളെ വിളിച്ചിട്ട് കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ കൂലി കിട്ടിയ ആള് ആ ശരീരം, മൃതശരീരം ഏറ്റിക്കൊണ്ടുപോയി പൊളിഞ്ഞു വീയാറായ ഒരു മതിലിനോട് ചേർത്തി വെച്ച് ആ മതിൽ ഈ ശരീരത്തിന്റെ മുകളിലേക്ക് ഇടിച്ചു തള്ളിയിട്ടു. ഒരു ഖബർ കുഴിച്ചിട്ടില്ല, ഒരു ശ്മശാനത്തിൽ അടക്കിയിട്ടില്ല. അവന്റെ സമ്പത്തും സമ്പാദ്യവും അവന് ഉപകരിക്കില്ല. അത് ദുനിയാവിലാണെങ്കിൽ മറ്റൊരു നാശം ഇനി വരാനുണ്ട്. കത്തിജ്വലിക്കുന്ന നരകത്തിൽ അവൻ പ്രവേശിക്കുക തന്നെ ചെയ്യും. അവൻ മാത്രമല്ല, നബി തങ്ങളെ എതിർക്കാൻ വേണ്ടി അബൂലഹബിന് സർവ്വസഹായവും ചെയ്തു കൊടുത്തത് അവന്റെ ഭാര്യയാണ്. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അബൂലഹബ് മാത്രമല്ല, അവന്റെ ഭാര്യയും നരകത്തിൽ പ്രവേശിക്കും. ഹമ്മാലത്തുൽ ഹതബ്, ആ വിറക് കെട്ട് ചുമന്ന് നടക്കുന്ന ഒരു പെണ്ണില്ലേ, ആ പെണ്ണ് എല്ലാ വീട്ടിലും കയറിയിട്ട് വിറകെടുക്കാൻ പോകുന്ന രൂപത്തില് തോളിൽ ഒരു ചെറിയ കയറും ഇട്ടിട്ട് ഫിത്നയും ഫസാദും പറഞ്ഞു പരത്തുന്ന പെണ്ണില്ലേ, ആ പെണ്ണും നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അബൂലഹബിന്റെ കുടുംബം മൊത്തം സമ്പത്തും അല്ലാഹു തആല പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എതിർത്തുകൊണ്ടൊരു വാക്ക് പറഞ്ഞപ്പോ ആ മലമുകളിൽ നിന്ന് തങ്ങളൊന്നും എതിർപ്പ് പറഞ്ഞിട്ടില്ല. വീട്ടിൽ സ്വകാര്യമായി പോയി കണ്ടിട്ട് ഉപദേശിച്ചിട്ട് അപ്പോഴും എതിര് പറഞ്ഞപ്പോഴും തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് അല്ലാഹുവാണ്. ആരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ച് പറഞ്ഞിട്ടുണ്ടോ, ആ പറഞ്ഞതിന് മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് മറുപടി ഉണ്ടോ? ഉണ്ട്. അതും ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഓ നബിയേ, തങ്ങളെ പ്രകോപിപ്പിക്കുന്ന മനുഷ്യൻ ആരാണെങ്കിലും, തങ്ങളെ എതിർക്കുന്ന ആള് ആരാണെങ്കിലും ഹുവൽ അബ്തറൂ, അവൻ ഗുണമില്ലാത്തവനാണ്, ഗുണം മുറിഞ്ഞു പോയവനാണ്. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ വാക്കുകൊണ്ട് എതിർത്തോ അയാൾ ഗുണം പിടിക്കാത്ത ആളായിരിക്കും. നിങ്ങൾ നോക്ക്, 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചൊരു മനുഷ്യനാണ് ഇബ്നു തൈമിയ്യ എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം, ഒരുപാട് ആൾക്കാരുണ്ട്. ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കിതാബ്, എഴുതിയ കിതാബ് വെക്കുകയാണെങ്കിൽ ഈ സ്റ്റേജിന്റെ ഒരു തലക്കെന്ന് വെച്ചാൽ മറ്റേ തല വരെ ഉണ്ടാവും. ഒരൊറ്റ കിതാബ് എന്നുണ്ട്, മജ്മുഉൽ ഫത്താവ, 32 വാള്യം. ഇത്രയും കിതാബ് എഴുതിയ ഈ മനുഷ്യൻ ഏട്ടിലും പാട്ടിലും ഇല്ല. എന്താ കാരണം? എന്താണ് അതിന്റെ കാരണം സഹോദരങ്ങളെ? ലോകത്താദ്യമായി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വെച്ച മനുഷ്യൻ ആ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല, ഖബർ സിയാറത്തിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ആദ്യം എഴുതി വെച്ച മനുഷ്യൻ ആ പണ്ഡിതനാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മിൻ അബ്ശൈൽ മസായിലിൽ മൻഖൂലത്തി അൻ ഇബ്നു തൈമിയ്യ, ഇബ്നു തൈമിയ്യയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും നീചമായ, നികൃഷ്ടമായ വിഷയമാണ് അദ്ദേഹം ഖബർ സിയാറത്തിനെ നിഷേധിച്ചത്. അവരൊറ്റ കാരം കൊണ്ട് ഫസാറ ളല്ലൻ മുളില്ല, വഴി പിഴച്ച ആളും ജനങ്ങളെ വഴി പിഴപ്പിക്കുന്ന ആളുമായി മാറി. ആ പണ്ഡിതന്റെ കിതാബ് നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടെങ്കിലും ദർസിൽ പഠിപ്പിക്കുന്നുണ്ടോ? 45 കൊല്ലം മാത്രം ജീവിച്ച ഒരു പണ്ഡിതനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ഓതാത്ത ഒരു രാവും ഒരു പകലും ഇന്ന് ലോകത്ത് കഴിഞ്ഞു പോകുന്നുണ്ട്.
ആ പണ്ഡിതന്റെ കിതാബിന് വ്യാഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങൾക്ക് മറുവ്യാഖ്യാനങ്ങളും എഴുതാത്ര ലോകം കടന്നു പോകുന്നുണ്ടോ? ആ വലിയ പണ്ഡിതൻ, ഇത്രയും കുറഞ്ഞ പ്രായത്തിൽ ജീവിച്ച ആ പണ്ഡിതന്റെ ഒരു ചെറിയ കിതാബാണ് മിൻഹാജ്. അതിന് ഏത് വ്യാഖ്യാനങ്ങൾക്ക് വല്ല കണക്കുണ്ടോ? അതേ സമയത്ത് അതിനേക്കാളും കെട്ടുകണക്കിന് കിതാബുണ്ട് ഇബ്നു തൈമിയ്യക്ക്. ഇമാം നവവി റളിയല്ലാഹുവിന്റെ കിതാബും ഇബ്നു തൈമിയ്യന്റെ കിതാബ് രണ്ട് ഭാഗത്ത് വെച്ച് നോക്കിയാൽ ഇബ്നു തൈമിയ്യന്റെ കിതാബായിരിക്കും ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷേ പണ്ഡിതന്മാർക്കിടയിൽ, ഇസ്ലാമിക ലോകത്തിനിടയിൽ ഒരു വിലയുമില്ലാത്ത, ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞതുപോലെ വസാറ ബൈന അഹ്ലിൽ ഇസ്ലാമി മുസ്ലാ, ഇസ്ലാമിന്റെ ആളുകൾക്കിടയിൽ എടുക്കാൻ പറ്റാത്തൊരു നാണയമായി മാറി. കാരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്തു. തങ്ങളെ ഖബർ സിയാറത്ത് ലോകത്താരെങ്കിലും എതിർക്കൂ? ആ ഖബർ സിയാറത്ത് ചെയ്തവരല്ലേ ഇമാമിങ്ങൾ മുഴുവനും. ഈ മാസം നമ്മൾ അനുസ്മരിക്കുന്ന വലിയ മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും ഉമ്മു അബീദ ഗ്രാമത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം കൊടുത്തയക്കാറുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്തിന് വേണ്ടി ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ എത്തിയപ്പോൾ ഹജ്ജ് കഴിഞ്ഞിട്ടാണ് സഹോദരങ്ങളെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു സിയാറത്തിന് വന്നത്. അതും സ്വഹാബത്തിന്റെ ഒരു പാരമ്പര്യമാണ്. സർവ്വ ഫിഖ്ഹിന്റെ കിതാബുകളിലും മദീന സിയാറത്ത് എഴുതി വെച്ചത് ജനാസയുടെ ബാബിലല്ല, ഹജ്ജിന്റെ ബാബിലാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു മദീന സിയാറത്ത് എഴുതിയതും ഇബ്നു ഹജർ തങ്ങൾ എഴുതിയതും ഏതൊക്കെ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ടോ അവരൊക്കെ എഴുതിയത് ഹജ്ജിന്റെ ബാബിലാണ്. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിലെയും മറുനാട്ടിലെയും വിദ്യാർത്ഥികാർക്ക് ഹജ്ജിന്റെ സമയത്ത് സിയാറത്തിന് പോകുന്നത് വല്ലാത്ത അസഖ്യമാണ്. മദീനയിലെത്തിയാലും ഒരു സലാം പറയാതെ തിരിച്ചു പോരാൻ അവരെ മനസ്സിന്റെ കട്ടി എത്രമാത്രം വലിയ കട്ടിയാണ്. മൻ ഹജ്ജ ഫലം യസുർനി, ഹജ്ജിന് വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോരുന്ന മനുഷ്യൻ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസല്ലേ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മക്കത്ത് ജീവിച്ച മഹാനാണ്. ഒരുപാട് കാലം തങ്ങളെ ശേഷം, തങ്ങളെ വഫാത്തിന് ശേഷം മക്കത്താണ് ജീവിച്ചത്. മക്കയിൽ തന്നെയാണ് മഹാനവറുകൾ മറവിട്ട് കിടക്കുന്നതും. ആ ഇബ്നു ഉമർ തങ്ങൾ എപ്പ ഹജ്ജ് കഴിഞ്ഞാലും നേരെ മദീനയിലേക്ക് ഒന്ന് വരും. ഒന്ന് സിയാറത്ത് ചെയ്യാതെ മക്കയിലേക്ക് തിരിച്ചു പോകില്ല. അത് സ്വഹാബത്തിന്റെ പാരമ്പര്യമാണ്. ഇരിക്കട്ടെ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് വന്നു. ഹജ്ജിന് വന്നിട്ട് ഖബർ ഷരീഫ് സിയാറത്തിന് വന്നപ്പോ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ച് പറഞ്ഞില്ലേ, ഫി ഹാലത്തിൽ ബുഅദി റൂഹികും തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തഹ്ലാ ബിഹാ ശഫതി. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ, മറ്റു ധാരാളം പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയില്ലേ. ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, നമ്മളൊക്കെ സലാം പറയുന്ന ആദ്യത്തെ ഒരു ഭാഗം കണ്ടിട്ടില്ലേ? അവിടെ വെച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങകര ദൂരനാട്ടിൽ നിന്ന് എപ്പോഴും ഞാൻ എൻ്റെ ആത്മാവിനെ ഇങ്ങോട്ട് കൊടുത്തു വിടാറുണ്ട്. നബിയേ, എന്റെ ആത്മാവിനെ ഇങ്ങോട്ട് വിട്ടേക്കാറുണ്ട്. ഈ പരിശുദ്ധമായ ഭൂമിയൊന്ന് ചുംബിച്ച് തിരിച്ചു വരാൻ. വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തഹ്ലാ ബിഹാ ശഫതി. ഇത്
ഇതൊരു സുവർണാവസരമാണ്. ഞാൻ എന്റെ ശരീരവും കൊണ്ട് തങ്ങളെ മുന്നിലെത്തിയിരിക്കുന്നു, എന്റെ ബോഡി കൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ ഒന്ന് നീട്ടിത്തരുമോ? എന്റെ ചുണ്ടൊന്ന് വെച്ചിട്ട് ഭാഗ്യം കൊള്ളട്ടെ നബിയേ, എനിക്കൊരു ഭാഗ്യം കിട്ടാനാ എന്നൊന്ന് പറഞ്ഞപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം ഇഷ്ടം വെക്കുന്ന, തങ്ങളെ സുന്നത്തിന് വേണ്ടി ജീവിക്കുന്ന, തങ്ങളുടെ ശരീഅത്തിന് വേണ്ടി ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളും വിനിയോഗിക്കുന്ന, തങ്ങളെ നസീഹത്ത് പോലെ ജനങ്ങളെ നസീഹത്ത് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ നന്നാക്കിയ ഇമാം റിഫായി റളിയല്ലാഹു തആല അൻഹു വലിയ വലിയല്ലയോ, ലോകത്തെ അഖ്താബുകളിൽ ഒരു പ്രധാനപ്പെട്ട കുതുബല്ലയോ? ആ മഹാനുഭാവൻ വളരെ ബഹുമാനത്തോടെ ശറഫാക്കപ്പെട്ട അവിടുത്തെ യമീനിന് വേണ്ടി, അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈയിന് വേണ്ടി ഒന്ന് അഭ്യർത്ഥിച്ചപ്പോ ഹുജ്റത്തു ശരീഫയുടെ വാതിൽ തുറക്കപ്പെട്ടു. അതേ ഖബർ ശരീഫിൽ നിന്ന് അതാ കൈ പുറത്തേക്ക് വന്നു. ഫഖബ്ബലഹാ ബിഹദ്റത്തിൻ നാസ്, പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ ആ ശറഫാക്കപ്പെട്ട കയ്യങ്ങ് ചുംബിച്ചു. വഹും യൻദുറൂൻ, ആളുകളൊക്കെ അതിന് സാക്ഷിയാണ്. ഒറ്റക്ക് വന്ന് സിയാറത്ത് ചെയ്തതല്ല, പതിനായിരക്കണക്കിന് ആളുകളെ സാന്നിധ്യത്തിൽ വെച്ച് സിയാറത്ത് ചെയ്യുന്ന സമയത്ത് എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന മോഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയൊന്ന് തൊടണം, ആ ശറഫാക്കപ്പെട്ട കൈയൊന്ന് മുത്തണം. അല്ലാഹു ഖുർആനിലൂടെ മഹത്വം പറഞ്ഞ ശരീരമല്ലേ, അല്ലാഹു ഖുർആനിലൂടെ മഹത്വം പറഞ്ഞ കൈയല്ലയോ? ആ കരം എനിക്കൊന്ന് ചുംബിക്കണം എന്ന ആഗ്രഹത്തോടെ കൈ ചുംബിച്ചു പോയി. അവരൊക്കെ സിയാറത്ത് ചെയ്തില്ലേ? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സിയാറത്ത് ചെയ്തില്ലേ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സിയാറത്ത് ചെയ്തില്ലേ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സിയാറത്ത് ചെയ്തില്ലേ? സിയാറത്ത് ചെയ്യാത്ത ഒരൊറ്റ മഹാനുഭാവനെയും കാണാൻ കഴിയില്ല. അവരൊക്കെ വലിയ ഇൽമുള്ള സമുദ്ര സമാനരായ പണ്ഡിതന്മാരാണ്. അവരാരും പറയാത്ത ഒരു വിഷയം ലോകത്തൊരു പുതിയ ആചാരമായിട്ട്, പുതിയ വിശ്വാസമായിട്ട് ഇബ്നു തൈമിയ്യ എഴുതിയപ്പോ അദ്ദേഹത്തിന്റെ ഇൽമിനുള്ള സ്വീകാര്യത അല്ലാഹു എടുത്തു മാറ്റിപ്പോയി. കിതാബിനുള്ള സ്വീകാര്യത പോയി, ഇൽമിനുള്ള സ്വീകാര്യത പോയി. പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ആ മനുഷ്യന് ബഹുമാനമില്ലാതെയായി. കേരളത്തിൽ നിങ്ങൾ കേട്ടില്ലേ ഒരു മൗലവി, അയാൾ മരണപ്പെട്ടു പോയി. അയാളെ വാദം തന്നെയാണ് ഇപ്പോഴും മണികൾക്കുള്ളത്. സൗദിയുടെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന സേവനം ഹുജ്റത്തു ശരീഫ് അവിടുന്ന് അങ്ങോട്ട് പുറത്താക്കിയിട്ട് അത് ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോകണം. ഹുജ്റത്തു ശരീഫയിലൂടെ അങ്ങനെ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ച നേരത്തെ ഒരു വിഭാഗമുണ്ട്. അവർ സയനിസ്റ്റുകളാണ്, ജൂതന്മാരാണ്. അവർക്ക് പോലും നടക്കാത്തൊരു കാര്യമാണത്. എന്നിട്ട് കേരളത്തിലുള്ള ഇവന്മാർക്ക് ഭരണം കിട്ടിയിട്ട് ആ ഹുജ്റത്തു ശരീഫ് അവിടുന്ന് ഇങ്ങോട്ട് പുറത്താക്കണം, ഖുബ്ബ പൊളിച്ചു മാറ്റണം എന്ന് പ്രസ്താവന നടത്തിയപ്പോ അള്ളാഹു കൊടുത്ത ഗുരുത്തക്കേട് കണ്ടില്ലേ? സ്വന്തം മകൻ വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ട് സന്യാസിയായി പോയി. ശരിയായ ഇസ്ലാമിന്റെ വിശ്വാസ മൂല്യങ്ങളിൽ നിന്ന് മുഴുവനായും തെറിച്ചുപോയി. ഇതല്ലേ അല്ലാഹു ഖുർആനിൽ നമ്മളോട് താക്കീത് ചെയ്യുന്നത്? ഇന്ന ശാനിഅക ഹുവൽ അബ്തറു, തങ്ങളെ ദേഷ്യപ്പെടുത്തുന്ന ആരുണ്ടോ നബിയേ? ഹുവൽ അബ്തറു, അവൻ ഗുണം പിടിക്കാത്തവനാണ്, അവൻ ബറക്കത്തില്ലാത്തവനാണ്, എല്ലാ ഗുണവും മറ്റുപോയവനാണ്. അത് ഇറങ്ങിയത് ആസുബിനു വായിലിന്റെ വിഷയത്തിലാണെങ്കിലും ഹാഫിദ് ഇബ്നു കസീർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുന്ന, തങ്ങളിൽ വീക്ക്നെസ് കാണുന്ന ലോകത്ത് ആരെല്ലാമുണ്ടോ എല്ലാവർക്കും ഈ താക്കീത് ബാധകമാണ്. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യർക്കും
എല്ലാവർക്കും ബാധകമാണ്. ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ആസിബിന് വായിൽ എന്ന് പറയുന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഅബന്റെ അടുത്ത് വെച്ച് കണ്ടപ്പോ ഒന്നിങ്ങനെ കുറച്ചു നേരം നിന്ന് സംസാരിച്ചു. അപ്പൊ ഇപ്പുറത്തുണ്ട് ഒരു മുശ്രിക്ക്. മുശ്രിക്കുകളുടെ നേതാക്കൾപ്പെട്ട ഒരാളാണ് ആസിബിന് വായിൽ. ആസിബിന് വായിലിനോട് ചോദിച്ചു, നീ ആരോടാ സംസാരിച്ചത്? അപ്പൊ അയാള് മറ്റേയാളെ കാതിൽ പറഞ്ഞു കൊടുത്ത വാക്കാണ്, ഞാൻ സംസാരിച്ചത് ആ അബ്തറിനോടാണ്. അബ്തർ എന്ന നേരെ വാക്കിന്റെ അർത്ഥം പരമ്പര മുറിഞ്ഞ ആള് എന്നാണ്, പരമ്പര അറ്റുപോയ ആള് എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ആ മനുഷ്യൻ അങ്ങനെ പറയാൻ കാരണം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3 ആൺകുട്ടികളും വഫാത്തായി പോയി. അതുകൊണ്ട് തങ്ങളും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ദീനൊന്നും ഉണ്ടാവില്ല, അതൊക്കെ അസ്തമിച്ചു പോകുന്നതാണ് അയാളെ ധാരണ. അതിൽ വെച്ചുകൊണ്ട് കളിയാക്കി പറഞ്ഞൊരു വാചകമാണ്, സ്വകാര്യമായിട്ട് കാതിലൂടെ പറഞ്ഞതാണ്, ഞാൻ അബ്തറിനോടാ സംസാരിച്ചത്. സ്വകാര്യം അവിടെ പറഞ്ഞത് അള്ളാഹുയുടെ ലോകത്തിന് പരസ്യമായി കൊടുത്തു. മറുപടി എങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഓ നബിയേ, തീർച്ചയായും തങ്ങൾക്ക് നാം കൗസർ തന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹയ്യാൻ തങ്ങളുടെ തഫ്സീറിൽ അതിന് 26 തഫ്സീറുണ്ട്. അതിൽപ്പെട്ടൊരു തഫ്സീറാണ് അക്സറു ഔലാദിഹി. ലോകത്തെ ഏറ്റവും സന്താന പരമ്പരയുള്ളത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അവസാനിച്ചു എന്ന് ലോകത്ത് വാദിച്ച ആൾക്കാരും വിദേഹത്തുകാരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അവരെ സ്വയൊന്നും ആർക്കും പറ്റാതിരിക്കട്ടെ. ഏതെങ്കിലും വിദേഹത്തുകാരന്റെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിപ്പോകരുത് അയാൾ തിരക്കടില്ല, ഒരിക്കലും തോന്നിപ്പോകരുത്. ഈമാന് വല്ല കുഴപ്പമുള്ള സഹോദരന്മാരോടും സഹോദരിമാരോടൊക്കെ ഞാൻ പറയട്ടെ, താക്കീദിന്റെ സ്വരത്തിൽ പറയട്ടെ, അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്, വലാ തർക്കനൂ ഇലല്ലദീന ളലമൂ. അക്രമികളിലേക്ക് നിങ്ങളെ മനസ്സിനൊരു ചെറിയ ചാഞ്ചല്യം ഉണ്ടാകരുത്. തിരക്കടില്ല കേട്ടോ, അയാള് 5 വക്ത് ജമാഅത്തിന് ഈമാന് കുറവാണോ, ഓനെ പറ്റി അങ്ങനെ ധരിച്ചു പോകരുത്. ഒരിക്കൽ പോലും ചിന്തിച്ചു പോകരുത്. തിരക്കടില്ല കേട്ടോ, എപ്പോഴും അയാൾ പാന്റ് എടുക്കുകയാണെങ്കിൽ ഞെരിയേണ്ട മുകളിലാണ്. നിങ്ങൾ പറഞ്ഞു പോണ്ട, അയാളെ ഉള്ളു വിഷമാണ്, ഉള്ളു കലങ്ങിയതാ, ഒരു ഈമാനുമില്ല, ഒരു ഇഖ്ലാസുമില്ല. ഏറ്റവും കൂടുതൽ അവർക്ക് വെറുപ്പുള്ളത്, സർവ്വ വിദേഹത്തുകാർക്കും വെറുപ്പുള്ളത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്ന ആള് അയാൾ വിദേഹത്തുകാരനാവില്ല. വിദേഹത്തുകാർക്ക് അംഗീകരിക്കാൻ കഴിയൂല, അവർക്ക് വിശ്വസിക്കാൻ കഴിയൂല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്ത് എത്ര പള്ളി കയറ്റിന് ഏതെങ്കിലും ഒരു പള്ളിയിൽ സ്വലാത്ത് ഹൽക്ക കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പള്ളിയിൽ സ്വലാത്ത് ഹൽക്ക കണ്ടിട്ടുണ്ടോ? പോകട്ടെ, ദിക്ർ ഹൽക്ക കണ്ടിട്ടുണ്ടോ? ഇപ്പൊ അടുത്ത കാലത്ത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ർ തന്നെ തുടങ്ങിയത്, മുമ്പ് അതില്ലായിരുന്നു. ഇപ്പൊ അടുത്ത കാലത്ത് തുടങ്ങിയതാ, മുമ്പ് അതില്ലായിരുന്നു. മുമ്പ് അതിനോടൊക്കെ പുച്ഛായിരുന്നു. എന്താ അതിനോടുള്ള പുച്ഛം? സുന്നത്തിനോടുള്ള പുച്ഛമാണ്. ആ ദിക്റൊക്കെ സുന്നത്താക്കിയതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ഒരുമിച്ചിരുന്നിട്ട് മദീന പള്ളിയിൽ മദ്ഹ് പറഞ്ഞില്ലേ സ്വഹാബത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിലല്ലേ പറഞ്ഞത്? പാട്ടുപാടി മദ്ഹ് പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു? ആ പാട്ട് സ്വഹാബത്ത് മുഴുവനും കേട്ടില്ലേ? ആ ഒരൊറ്റ പാട്ട് മതി ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് ദുനിയാവും ആഖിറവും വിജയിക്കാൻ എന്ന് ലോകത്ത് വിളിച്ചു പറഞ്ഞ മഹദിയാണ് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ഇവരൊക്കെ പഠിപ്പിച്ചെന്നൊരു പാരമ്പര്യല്ലേ? പള്ളിയിൽ വെച്ചല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ കൂടുതൽ മദ്ഹ് പറഞ്ഞത്? മദീനത്തെ പള്ളിയിലല്ലേ മദ്ഹ് പറയാൻ മിമ്പർ കെട്ടിക്കൊടുത്തത്, പുറത്തല്ലല്ലോ. ആ ഒരൊറ്റ മദ്ഹിന്റെ പേരിലല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് എപ്പോഴും ജിബ്രീലിന്റെ സഹായം നീ കൊടുക്കണേ അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തത്? ചെറുതാണോ സഹോദരങ്ങളെ അത്? ഇതിനൊക്കെ പുച്ഛിക്കുക. റബീഉൽ അവ്വൽ 12 മൗലിദ് ഓതുമ്പോ ഇവിടെ ഒരു അമുസ്ലിം സഹോദരനും അതിന് എതിർപ്പില്ല. അവരൊക്കെ അതിന് സന്തോഷിക്കാണ്. ഇന്ന് മുത്തുനബി തങ്ങളുടെ ജന്മദിനാന്ന് അവരൊക്കെ പറയാ. ആരാ എതിർക്കുന്നത്? ആരാ അതിനെ പുച്ഛ മനോഭാവത്തോടെ കാണുന്നത്? നിസ്കരിക്കാനൊക്കെ വാങ്ങിക്കൊടുത്ത നേരെ ഇമാമിന്റെ നേരെ പിറകില് മുഅദ്ദിനും കൂടി അവിടെ സ്ഥലം ഉണ്ടാവൂല. സലാം വീട്ടിയ ആള് പോണെന്നേ ഉള്ളൂ. അത്ര തിരക്കെട്ടെത്തും. എന്താ അങ്ങനെ എത്തിയിട്ട് കാര്യം? അങ്ങനെ സൊഫിൽ നിന്നൊരാളുണ്ടായിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. ഒന്നാം സൊഫിൽ നിന്നിട്ട് സൊഫ് ശരിയാക്കുന്ന ആളായിരുന്നു. എന്താ അവന്റെ ഗതി? അവൻ മരിച്ചിട്ട് മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം അല്ലാഹു തആല വഹി ഇറക്കിയില്ലേ, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബരിഹി. ഇക്കൂട്ടരിൽപ്പെട്ട മുനാഫിഖുകളിൽപ്പെട്ട ആര് മരിച്ചാലും തങ്ങൾ നിസ്കരിച്ചു പോകരുത്.
ഖബറിന്റെ സമീപത്ത് പോലും തങ്ങൾ നിന്നു പോകരുത്. നിസ്കരിക്കാൻ വരുന്ന ആൾക്കാരെ പറ്റിയാ പറയുന്നത്, ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖൂൻ. ഈമാനില്ലാതെ ചത്തുപോയ ആൾക്കാരാണ് നബിയെ. ഓൽക്ക് മയ്യിത്ത് നിസ്കരിച്ചിട്ട് കാര്യമില്ല. അബ്ദുല്ലാഹി ബിൻ ഉബയ്യിന്റെ ഒരു സലൂലിന്റെ ഒറ്റ മയ്യിത്ത് മാത്രമേ നിങ്ങൾ നിസ്കരിച്ചിട്ടുള്ളൂ. നിസ്കരിക്കാൻ നിൽക്കുമ്പോ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിസ്കരിക്കുകയാണോ? തങ്ങൾ നിസ്കരിക്കുകയാണോ? ഇൽമുൽ ഗൈബ് ആദ്യമായിട്ട് തങ്ങളെ ഇൽമുൽ ഗൈബിനെ എതിർത്തത് ഈ മനുഷ്യൻ. ആയിഷ ബീവിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ഈ മനുഷ്യൻ. തങ്ങൾക്ക് പല സ്ഥാനമാനങ്ങളും ഇടിച്ചു താഴ്ത്തിയിട്ട് തങ്ങളെയും സ്വഹാബത്തിനെയും പരിഹസിച്ചത് ഈ മനുഷ്യൻ. എന്തെല്ലാം ഇടങ്ങേറുണ്ടാക്കിയിട്ട് നബിയെ യാക്കാണോ മയ്യിത്ത് നിസ്കരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർമ്മലമായ സ്വഭാവം, സ്നേഹമസൃണമായ സ്വഭാവം കൊണ്ട് തങ്ങൾ പറഞ്ഞു, ഉമറേ നിസ്കരിക്കണ്ട എന്നൊരു അഭ്യർത്ഥന എനിക്ക് വന്നിട്ടില്ലല്ലോ. എനിക്ക് അല്ലാഹു തആല ഖിയാറാണ് തന്നത്. നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്ക, നിസ്കരിക്കാതിരിക്കണം നിസ്കരിക്ക. ഞാനിപ്പോ നിസ്കരിക്കാണെന്ന് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് പറഞ്ഞു, ഉമറേ നിങ്ങളെ അഭിപ്രായത്തോട് ഇത്ര പെട്ടെന്ന് അല്ലാഹു യോജിക്കുന്നു ഞാൻ കരുതിയിട്ടില്ല. അപ്പോഴേക്ക് ആയത്തിറങ്ങി, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ വലാ തഖും അലാ ഖബരിഹി. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മയ്യത്ത് കൊണ്ടുവന്ന അപ്പ നോക്കും പള്ളിയിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉണ്ടോ. കാരണം ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൊരു ലിസ്റ്റ് ഉണ്ട്, മുനാഫിക്കുകളുടെ ലിസ്റ്റ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ. വെറുതെ എന്തിനാ ടൈം വേറെ എന്തെങ്കിലും ചൊല്ലിക്കൂടെ? നിസ്കരിച്ചിട്ടാണ് ഒരു കാര്യം ഇവർക്കില്ല. ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കൂല. മുനാഫിക്കുകളുടെ വിഷയത്തിൽ ആര് ശഫാഅത്ത് സ്വീകരിക്കാനാ? ആരും സ്വീകരിക്കൂല. ലോകത്തിന്റെ നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിസ്കരിക്കണ്ട എന്ന് അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ പിന്നെ അതിലും വലുതാ വാക്കില്ല. നമ്മളൊക്കെ ചില ആൾക്കാരോട് ഓടിപ്പോകാണ്. അതൊന്നും പ്രശ്നമാക്കണ്ട, അത് അങ്ങനെ വലിയ കറൊന്നുമില്ല, ചെറുങ്ങനെ ഉള്ളൂ, ചെറുങ്ങനെ മതി, ചെറുത് മതി, വളരെ ചെറുത് മതി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരൊറ്റ വിദേഹത്തുകാരനെയും കൂടി പോകണ്ട. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്ത ആളുകൾക്ക് മൊത്തം മറുപടിയായിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ അഅതൈനാകൽ കൗസർ. തങ്ങൾക്ക് ഏറ്റവും അധികരിച്ച സന്താന പരമ്പര തന്നിരിക്കുന്നു. ആ സന്താന പരമ്പരകൾ ലോകത്ത് അവസാനിച്ചു എന്ന് വിദേഹത്തുകാരി എഴുതി. നമ്മളെ നാട്ടിലുള്ളവർ മലയാളത്തിൽ പ്രസംഗിച്ചു. ക്ലിപ്പൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. അവരങ്ങനെ വിദേഹത്തുകാരങ്ങനെ പറയാനുള്ള കാരണം അവർക്ക് അതിനൊരു ചെറിയ ഒരു കാരണം കിട്ടിയത്, ജനങ്ങളെ കബളിപ്പിക്കാനുള്ള കാരണം കിട്ടിയത്. വലിയ സയ്യിദല്ലേ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി കർബലയിൽ ഷഹീദായതോടുകൂടെ പിന്നെ തങ്ങന്മാരെ പരമ്പര അവസാനിച്ചു. ശരിയായ ഇൽമില്ലാതെ വിളമ്പുന്ന ഒരു കാര്യമാണിത്. ആ ഹുസൈനു ഷഹീദ് റളിയല്ലാഹു അൻഹുവിന് കർബലയിൽ മഹാനവറുകൾ ഷഹീദാകുമ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകനുണ്ട് അപ്പുറത്ത്. ആ മകന്റെ പേര് അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നാണ്. സ്വന്തം ബാപ്പയുടെ സ്മരണയ്ക്ക് വേണ്ടി ബാപ്പാന്റെ പേര് തന്നെ മകനും വിട്ടുകൊടുത്തതാണ്. ആ അലി ഇബ്നുൽ ഹുസൈൻ തങ്ങൾ രോഗം കാരണം അവിടെ എത്തിയിട്ടില്ല, വിശ്രമത്തിലാണ്. അതിലൂടെ പരമ്പര ലോകത്ത് ഒഴുകിയിട്ടുണ്ട്, അത് നിലച്ചിട്ടില്ല. ആ പരമ്പരയിൽ വരുന്ന ഒരു വലിയ മുത്താണ് സഹോദരങ്ങളെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്താന പരമ്പരയിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു കണ്ണിയാണ്. ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മഹ്ദിയെ പറ്റി പറഞ്ഞ സുദീർഘമായ ഹദീസ് കാണാം. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇസ്മുഹു കസ്മി വസ്മു അബീഹി കസ്മി അബീ. ഇമാം മഹ്ദിയുടെ പേര് എന്റെ പേരാണ്, ആ ഇമാം മഹ്ദിയുടെ ഉപ്പയുടെ പേര് എന്റെ ഉപ്പയുടെ പേരാണ്. ജനങ്ങൾ വിളിക്കുന്ന പേരാണ് ഇമാം മഹ്ദി എന്നത്. ശരിയായ പേര് മുഹമ്മദ് എന്നാണ്, ഉപ്പയുടെ പേര് അബ്ദുല്ലാഹി എന്നാണ്. അവർ ഇമാമത്ത് നിൽക്കുന്നത് എവിടെയാണ്? മസ്ജിദുൽ അഖ്സയിലാണ്. അവിടെ അവർ ഇമാമായി നിസ്കരിക്കുമ്പോ സുബ്ഹി ബാങ്ക് കൊടുക്കുന്ന നേരത്തല്ലേ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഡമസ്കസിലെ വെള്ളമിനാരത്തിന്റെ മുകളിലൂടെ മലക്കുകളെ ചിറകിന്റെ സംരക്ഷണത്തിലായി താഴോട്ട് ഇറങ്ങി വരുന്നത്. താഴെ എത്തുമ്പോ ബാങ്ക് അവസാനിക്കുന്നത് കേൾക്കാം.
നേരെ സുബഹി നിസ്കാരത്തിന് വേണ്ടി ആദ്യം ഈസാ നബി അലൈഹിസ്സലാം കടന്നു വരുന്നത് മസ്ജിദുൽ അഖ്സയിലേക്കാണ്. ഇമാം മഹ്ദി തങ്ങൾ ഇമാമത്ത് നിൽക്കാൻ ആവശ്യപ്പെടുമ്പോ നിങ്ങൾ തന്നെ ഇമാമായി നിൽക്കൂ എന്ന് പറഞ്ഞ് ഇമാം മഹ്ദി തങ്ങളെ മുന്തിക്കുമെന്നും ഈസാ നബി അലൈഹിസ്സലാം ജമാഅത്തിൽ പങ്കെടുക്കുമെന്നും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങളുടെ ഭാഗമായി പഠിപ്പിച്ച ഹദീസുകളിൽ കാണാം. അതൊക്കെ ലോകത്താളുകൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. സന്താന പരമ്പരകൾ അവസാനിച്ചിട്ടില്ല. അവസാനത്തെ മുഅ്മിൻ വിട പറയുന്ന കാലത്തും സന്താന പരമ്പരയുടെ അവസാനത്തെ കണ്ണി ഭൂമിയിൽ അവശേഷിക്കും. ഭൂമിയിൽ അവസാനത്തെ മുഅ്മിൻ വിട പറയുന്ന ഒരു കാലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ മുഅ്മിനും ഭൂമിയിലില്ലാത്തൊരു സമയം വരും. ആ സന്ദർഭത്തിലാണ് ലോകത്ത് ഖിയാമത്ത് നാൾ നടക്കുന്നത്. അവിടെയാണ് സൂറിൽ ഊത്ത് നടക്കുന്നത്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അത് അല്ലാഹു തആല ലോകത്ത് പഠിപ്പിച്ചതാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ. എത്രയാണ് സന്താന പരമ്പരകൾ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ്. അതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. തങ്ങളെ പ്രകോപിപ്പിക്കുന്ന ആള്, ഐ ഇന്ന മുബ്ഗിലക, തങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന ആള്, ഒരു വാക്കുകൊണ്ട്, ഒരൊറ്റ വരിയുടെ എഴുത്തുകൊണ്ട്, തങ്ങളെ മദ്ഹിനെ എതിർക്കുന്നത് കൊണ്ട്, തങ്ങളെ പേരിലുള്ള പ്രഭാഷണത്തെയും മറ്റും വിമർശിച്ചുകൊണ്ട്, സ്വലാത്തിനെ എതിർത്തുകൊണ്ട്, കുടുംബത്തെ എതിർത്തുകൊണ്ട്, ഖുർആനെ എതിർത്തുകൊണ്ട്, എന്തെല്ലാം എതിർപ്പാണ്. ഹുവൽ അബ്തറു, അവൻ ഗുണം പിടിക്കാത്തവനാണ്, അവൻ ഗുണം മുറിഞ്ഞു പോയവനാണ്, എല്ലാ അർത്ഥത്തിലും നാശം പിടിച്ചവനാണ്. അള്ളാഹുവിന്റെ താക്കീതാണ് ഇത്. അന്നത്തെ ഒരു ആസുബിന് വായിലിന് മാത്രം ബാധകമല്ല, ലോകത്തെ എല്ലാ എതിർപ്പുകാരികൾക്കും ബാധകമാണ്. ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ മറക്കരുത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കുമ്പോ ആ എതിർപ്പിന് തിരിച്ചു മറുപടി പറയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. വേറെ ആരും പറയണ്ട, അള്ളാഹു അതിന് മറുപടി കൊടുക്കും. ആര് എതിർത്തിട്ടുണ്ടോ എതിർപ്പിന് ഉടനെ അള്ളാഹു തആല മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല രൂപത്തിലും ചതിക്കാനും പല രൂപത്തിലും വധിക്കാനും വേണ്ടി ശ്രമങ്ങൾ നടത്തിയവരല്ലേ സഹോദരങ്ങളെ യഹൂദികൾ, ജൂതന്മാർ. ലോകത്ത് തുടക്കം മുതലേ അവർ തുടങ്ങി വെച്ചൊരു പണിയാണത്. പക്ഷേ അല്ലാഹു തആലാന്റെ കാവലുണ്ടാകുമ്പോ പിന്നത് നടക്കുമോ? വല്ലാഹു യഅസിമുക മിനന്നാസ്. എല്ലാ ജനങ്ങളിൽ നിന്നും തങ്ങൾക്ക് അല്ലാഹു കാവൽ നൽകിയിട്ടുണ്ട് നബിയേ. ആ കാവലുണ്ടാകുമ്പോ സഹോദരങ്ങളെ ഒന്നും നടക്കൂല, ഒരു കുതന്ത്രങ്ങളും നടക്കൂല. എല്ലാം നടത്തി നോക്കി. സൽക്കാരത്തിന് വീട്ടിലേക്ക് വിളിച്ചിട്ട് വീടിന്റെ മുകളിൽ ആളെ കല്ല് കൊടുത്ത് നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോ ആ വാതിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴേക്ക് തലയിലേക്ക് കല്ലിടാൻ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. വരുന്നത് ജൂതന്മാര് കാണുന്നില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ അതേ വഴിക്ക് പോകരുത്, തങ്ങൾ ഇപ്പുറത്തുകൂടെ പോകണം. ഇതേ ഇപ്പുറത്തുള്ള വാതിലൂടെ തങ്ങൾ ഇറങ്ങി നടന്ന് കുറെ അങ്ങെത്തുമ്പോഴാണ് മേലെ കല്ലും പിടിച്ചു നിൽക്കുന്ന ആള് അന്തം വിട്ടു പോകുന്നത്. നമ്മൾ കാത്തു നിൽക്കുന്നത് വെറുതെയായല്ലോ. ഖൈബറിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുന്നതിന് നല്ല ഭക്ഷണം ഒരുക്കി. ആ ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. സ്വഹാബത്തൊക്കെ വരിവരിയായിരിക്കുന്നു. തങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടേ സ്വഹാബത്ത് തുടങ്ങൂ. അങ്ങനെയാണ് അദബ്. ബാപ്പയും ഉമ്മയും ഒരുമിച്ച് മക്കളോടുകൂടെ ഭക്ഷണം കഴിക്കുമ്പോ ബാപ്പയാണ് ആദ്യം തുടങ്ങേണ്ടത്. ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിക്കുമ്പോ ഭർത്താവാണ് ആദ്യം തുടങ്ങേണ്ടത്. ബാപ്പയും മക്കളും ഭക്ഷണം കഴിക്കുമ്പോ ബാപ്പയാണ് ആദ്യം തുടങ്ങേണ്ടത്. ഉസ്താദും ശിഷ്യന്മാരും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോ ഉസ്താദാണ് ആദ്യം തുടങ്ങേണ്ടത്. അല്ലാതെ പെട്ടെന്ന് ആക്രാന്തം കൊണ്ട് ബാക്കിയുള്ളവർ കൈയിട്ട് പോകരുത്. ഒരു കല്യാണത്തിനോ മൗലിദിനോ വിളിച്ചാൽ മൗലിദ് എല്ലാ ആളുകൾ ആദ്യം പരിഗണിക്കണം ഭക്ഷണം കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ വർഷം ഒരു സ്ഥലത്ത് മൗലിദിന് പോയപ്പോ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. പിന്നെ അവിടെ ഒരു വാല് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. പിന്നെ അവർക്ക് മൗലിദ് ചൊല്ലിയ ആൾക്കാര് അവര് മേപ്പിട്ടൊക്കെ ഇരിക്കുക. പുറത്ത് മൗലിദിന്റെ ഇടയിലും മറ്റൊക്കെ വന്ന ആൾക്കാർ ഫുൾ സ്റ്റാൻഡും ഫില്ലാക്കിയിട്ട് അവരങ്ങനെ ഭക്ഷണം കഴിക്കുക. മൗലിദ് ചൊല്ലിയവര് പുറത്തിറങ്ങുമ്പോഴേക്കും ഒറ്റ കസേര വീഴുക. അങ്ങനെ ആകാൻ പാടില്ല. ആ മൗലിദ് ചൊല്ലിയ ഉസ്താദുമാരെയും മറ്റും അവരാദ്യം പരിഗണിക്കണം. അവർക്കുള്ള ആ സ്ഥാനം പുറത്തുള്ള 100 വയസ്സുള്ള ആൾക്കില്ല.
കാരണം അവർക്ക് അല്ലാഹു തആല നൽകിയൊരു ബഹുമാനുണ്ട്, ഇൽമ്. ആ ഇൽമിനെയാണ് ആദ്യം ബഹുമാനിക്കേണ്ടത്. ബഹുമാനിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ പുറത്തുള്ള ആൾക്കാർ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് ഉള്ള ആൾക്കാരോട് കുറച്ചേരം ഇരിക്കുന്ന പറയോ? ഇല്ലല്ലോ, ഉസ്താദുമാരെ അത് ഇരുത്തിയിട്ടല്ലേ ഇനി ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്ന പറയാം. പക്ഷെ അവിടെ പിന്നെ മൈക്കെടുത്ത് അങ്ങനെ വാള് പറഞ്ഞിരിക്കേണ്ടി വന്നു. ആരെയാണ് ആദ്യം മുന്തിക്കേണ്ടത്? കുട്ടികളോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് കൈയിടും. കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കണം, മോനെ തുടങ്ങല്ല. ബാപ്പ ആദ്യം തുടങ്ങട്ടെ. ബാപ്പ തുടങ്ങി ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് തുടങ്ങാം. കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. അങ്ങനെ ഒരു ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയോന്ന് സ്വഹാബത്തൊക്കെ അങ്ങനെ നോക്കാണ്. തങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് ഇങ്ങനെ കുഴച്ചപ്പോഴേക്ക് തുടങ്ങിയല്ലോ. അപ്പൊ ഒരു സ്വഹാബി തുടങ്ങിയെന്നുള്ള നിലക്ക് ഒരു കഷ്ണം തുടങ്ങി ബിസ്മി ചൊല്ലി എല്ലാവരും കൈയൊക്കെ വെച്ച് ഒരു കഷ്ണം ഇങ്ങനെ വായിലേക്ക് ഇട്ടപ്പോഴേക്ക് തങ്ങൾ പറഞ്ഞു ആരും കഴിക്കല്ലെന്ന് പറഞ്ഞു, ആരും ഭക്ഷിക്കല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ആ സ്വഹാബി ആ ഒരു കഷ്ണം ഇറച്ചി താഴോട്ടിറക്കി കുറച്ച സമയം കൊണ്ട് മരിച്ചുപോയി. ആ ഭക്ഷണത്തിൽ മുഴുവനും വിഷം ചേർത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും ഭക്ഷിക്കരുത്, ഈ ഇറച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ വിഷം ചേർത്തിട്ടുണ്ട്, കഴിക്കരുത്. ഏതിറച്ചി? വേവിച്ച ഇറച്ചി, പാത്രത്തിലുള്ള വേവിച്ച ഇറച്ചി. അത് തോന്നുന്നുണ്ടോ? പറയില്ല, തോന്നുന്നുണ്ടോ? എങ്ങക്കൊന്നും അത് വിശ്വാസമല്ലേ? ഞാൻ വെറുതെ വേളറിയാം. കയ്യിലെടുത്ത കല്ല് തസ്ബീഹ് ഇങ്ങനെ ചൊല്ലിയിട്ട് ചോദിച്ചു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തസ്ബീഹ് കേൾക്കുന്നുണ്ടോന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തസ്ബീഹ് കേൾക്കുന്നുണ്ട് നബിയെ. തങ്ങളെ കയ്യിൽ വെച്ച് തസ്ബീഹ് ചൊല്ലുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ആരാ തസ്ബീഹ് ചൊല്ലുന്നത്? കല്ല് തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കുന്നുണ്ട്. അതേ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് തങ്ങളെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അടുത്ത ആളെ കയ്യിലേക്ക് കൊടുക്കൂന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. അപ്പയും തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടു. അടുത്ത ആളെ കയ്യിലേക്ക് കൊടുത്തു. അപ്പയും തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടു. തസ്ബീഹ് ചൊല്ലുന്നത് അചേതന വസ്തുവാൻ. മൗലിദ് ഇങ്ങനെ ചൊല്ലിയാ പോരെ? മൗലിദിൽ പറയുന്നില്ലേ, വാ അതാക്കൽ ഊദു യബ്കി വതദല്ലൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി ഇൻദകല്ലബിൻ നുഫൂറു. വാ അതാക്കൽ ഊദു, മരത്തടി തങ്ങളെ മുന്നിൽ കരഞ്ഞില്ലേ നബിയേ? എന്താ സംഭവം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ചാരി നിന്ന് ഖുത്ബ ഓതിയിരുന്ന ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്ന ഒരു ഈത്തപ്പനയുടെ തടിയുണ്ടായിരുന്ന ഒരു മരത്തടി പുതിയ മിമ്പർ മദീന പള്ളിയിൽ കൊണ്ടുവന്നപ്പോ നമ്മളെ പള്ളിയിലൊക്കെ ഉള്ളതുപോലെ 3 സ്റ്റെപ്പും ഇരിക്കാനുള്ള വിശാലമായ ഒരു സ്ഥലവും ഉള്ള ഒരു മിമ്പർ വന്നപ്പോ ഈ മരത്തടി എടുത്തിട്ട് പള്ളിയുടെ ചെരുവിലേക്ക് കൊണ്ടുപോയി വെച്ചു. തങ്ങൾ പുതിയ മിമ്പറിൽ കയറിയപ്പോ മരത്തടി കരയാൻ തുടങ്ങി. ചെറിയ കുട്ടികൾ തേങ്ങിക്കരയും പോലെ കുട്ടി തേങ്ങിക്കരയും പോലെ മരത്തടി വല്ലാതെ തേങ്ങിക്കരഞ്ഞു. ഒരു റിപ്പോർട്ടിൽ കാണാം, ഹത്താ കാദത്തൻശഖു, അത് പൊട്ടിക്കീറാൻ പോയി, അത്തരത്തിൽ കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയിട്ട് അതിന്റെ മേലെ കൈവച്ചിട്ട് കരയുന്ന കുട്ടിയെ ഉപ്പ ആശ്വസിക്കും പോലെ, കരയുന്ന കുട്ടിയെ തേങ്ങി കരയുന്ന കുട്ടിയെ തലയിൽ തടവിയിട്ടും ശരീരത്തിൽ ആശ്വസിപ്പിക്കും പോലെ മരത്തടി എങ്ങനെ തൊട്ട് തടവിയിട്ട് ആശ്വാസം നൽകിയപ്പോ അതിന്റെ കരച്ചിലിന്റെ തേങ്ങൽ സ്വഹാബത്ത് കേൾക്കുന്നു. ആ മരത്തടിയോട് തങ്ങൾ ചോദിച്ചു എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നിനക്ക് ഇനിയും എന്റെ ഇരിപ്പിടമാകണോ? അതല്ല, സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾ വരുമ്പോ അവർക്കൊക്കെ ഫലം നൽകുന്ന നല്ലൊരു ഫലവൃക്ഷമാകണോ? മരത്തടി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, തങ്ങളുടെ ശരീരം ഞാൻ ഇവിടെ സ്പർശിച്ചല്ലോ, എനിക്കതിന് ഭാഗ്യം കിട്ടിയല്ലോ. ഇനി എനിക്ക് സ്വർഗത്തിൽ വിശ്വാസികൾ വരുമ്പോ അവർക്കൊക്കെ ആശ്വാസം കൊടുക്കുന്ന, അവർക്കൊക്കെ നല്ല ഫലം കൊടുക്കുന്ന നല്ലൊരു മരത്തടിയാകണം. അപ്പൊ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബ, ജന്നത്തുൽ ബഖീൽ
ഒരു കുഴി കുഴിച്ചിട്ട് ഈ മരത്തടിയെ കൊണ്ടുപോയി മറവ് ചെയ്യൂ. നാളെ സ്വർഗത്തിലെത്തുന്ന ആളുകള് ഇത് വലിയൊരു വൃക്ഷമായി വന്ന് അതിന്റെ ചുവട്ടിലിരുന്നിട്ട് തണല് കൊണ്ടിട്ട് കാറ്റുകൊണ്ടിട്ട് മുകളിൽ കാണുന്ന പഴങ്ങൾ ഭക്ഷിച്ചിട്ട് ആസ്വദിക്കട്ടെ. തങ്ങളെ മുന്നിൽ വിനയത്തോടെ വന്നിട്ട് കരഞ്ഞിട്ട് അവലാതിപ്പെട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, ഇത് വിശ്വസിക്കുന്ന ആളല്ലേ മൂമിനായ മനുഷ്യൻ? അവന്റെ ഈമാൻ അത്ര വലിയ ഈമാനല്ലേ? കാരണം ഈ സമ്മതിക്കുന്നത് ആരോടാണ്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദീനീ ദഅവത്തിൽ പങ്കെടുക്കാത്ത ഒരൊറ്റ ജീവിയും ലോകത്തില്ല സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിന്റെ ദഅവത്തിൽ നബി തങ്ങളെ സഹായിക്കാത്ത ഏതെങ്കിലും ജീവിയുണ്ടോ? ഒട്ടകമുണ്ട്. ഒട്ടകത്തിന്റെ സംസാരം കേട്ടിട്ടല്ലേ അഖീൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബൂ ത്വാലിബിന്റെ മകൻ അഖീൽ റളിയല്ലാഹു അൻഹു അവർ ഇസ്ലാമിലേക്ക് വന്നത് ഒട്ടകത്തിന്റെ സംസാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സംസാരം കേട്ടിട്ടാണ്. ഉടുമ്പിന്റെ സംസാരം കേട്ടിട്ട് 1000 വരുന്ന ഒരു കുടുംബം, ബനൂ സുലൈം ഗോത്രക്കാരായ കുടുംബം മൊത്തം ഇസ്ലാമിലേക്ക് വന്നത് ഒരു ഉടുമ്പിന്റെ വർത്തമാനത്തിലല്ലേ? മരങ്ങൾ വന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലുന്നത് എത്ര ആളുകൾ കേട്ടിട്ടാണ് വിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നത്? ആരുടെ മുന്നിലാ വന്ന് സംസാരിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലാണ്. കാരണം എന്തേ? ഇത് മുഴുവനും പടക്കപ്പെടാൻ കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ എല്ലാ മണ്ണും വിണ്ണും, അതേ മണ്ണിലെ സർവചരാചരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സംവദിക്കുന്നു, സംസാരിക്കുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാംസം മുറിച്ച് വെച്ച് വേവിച്ച മാംസം സംസാരിച്ചു. ഇതിൽ വിഷം പുരട്ടിയിട്ടുണ്ട് നബിയെ, ഇത് ഭക്ഷിച്ചുകൂടാ. സഹാബത്തൊക്കെ കൈയെടുത്തു. തങ്ങൾ ചോദിച്ചു, ഈ ഭക്ഷണം ഉണ്ടാക്കിയത് ആരാണ്? അപ്പൊ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഞാനാ ഭക്ഷണം ഉണ്ടാക്കിയത്. നിന്നാരാ ഭക്ഷണം ഉണ്ടാക്കാൻ ഏൽപ്പിച്ചതെന്ന് ചോദിച്ചു. ഏൽപ്പിച്ചതാരാ? ജൂതന്മാർ. എന്തിനാ ഇതിന് വിഷം പുരട്ടിയത്? വിഷം പുരട്ടിയത് എന്തിനാണ്? ഈ ആട്ടിറച്ചിയിൽ എന്തിനാണ് വിഷം പുരട്ടിയത്? സഹോദരങ്ങളെ, നമുക്കൊരാൾ ആട് ഭക്ഷിക്കാൻ തന്നാൽ നമുക്ക് തിരിച്ചറിയോ? നമ്മളോട് അതിനാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാം പറഞ്ഞത്. മറന്നു പോകാതെ വിഷമങ്ങളൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലിയ കാവലായ ഒരു ദിക്റാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുക. അതിന് വലിയ മഹത്വം ഉണ്ടല്ലോ. അത് ആവർത്തിച്ച് പലപ്പോഴും ചൊല്ലുക. ബിസ്മില്ലാഹി ചൊല്ലിയാ പോരാ, അങ്ങനെ ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാൻ. ചില ആളുകളുണ്ട്, അവര് വസ്വാസാക്കിയിട്ട് അറിവ് നടത്തുമ്പോൾ ഒരു ബിസ്മില്ലാഹി റഹ്മാനും ചൊല്ലൂല റഹീമും ചൊല്ലൂല. അപ്പൊ എന്താന്ന് വെച്ചാൽ അവരും ഇതിങ്ങനെ ഒരു അറുക്കുന്ന സംഗതിയല്ലേ, റഹ്മത്ത് ഇതിനോട് ചൊല്ലില്ല, അതുകൊണ്ട് ബിസ്മില്ലാഹി നിർത്തിയതാണ്. അല്ല, മൊത്തം ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. റഹ്മത്തുള്ളതുകൊണ്ടാണ് അതിനെ വേഗം അറുത്തിട്ട് അതിന്റെ റൂഹ് പെട്ടെന്ന് ഇതാക്കുന്നത്, കുർജീവനാക്കിയിടാതെ പെട്ടെന്ന് അതിന് സലാമത്ത് കൊടുക്കുന്നത്. ഫുള്ള് ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ചുരുക്കരുത്. ഇതിനെ ചുരുക്കുന്നത് ബിസ്മില്ലാഹി ചൊല്ലേണ്ട എല്ലാ ഘട്ടങ്ങളിലും അത് എപ്പോഴും പതിവാക്കിയാൽ ആ ഒരൊറ്റ ദിക്റ് മതി നരകത്തിൽ നിന്ന് കാവലായിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് എത്ര അക്ഷരം? അല്ലാഹ് പെണ്ണിയൊക്കെ 19 അക്ഷരം. 19 അക്ഷരം. അലൈഹാ 19. ആ നരകത്തിന്റെ സമീപത്ത് 2 ഭാഗത്തും നിൽക്കുന്ന സബാനിയാക്കളായ മലക്കുകളുടെ എണ്ണമാണ് 19. അലൈഹാ 19. ആ 19 മലക്കുകളിൽ ഒരു മലക്കും നിന്നെ കൊളത്ത് ചെങ്ങല പിടിച്ച് നിന്റെ കാതിൽ വലിക്കാതെ, കാത് കണ്ടില്ലേ, കൊളത്താൻ പറ്റിയ രൂപത്തിലാണ് അള്ളാഹു കാത് സംവിധാനിച്ചത്. മൂക്ക് പോലെയും നാവ് പോലെയും കണ്ണുപോലെയും ഒന്നുമല്ല. കാതിന് എത്ര വളവാ നോക്കി നിങ്ങൾ. നമ്മളെ റെയിൽപാളത്തിന് കൂടി എത്ര വളവില്ല, കാതിനെന്തൊരു വളവാ. എവിടെ കൊളത്തിയാലും കൊക്ക കൊളത്തിയാൽ കിട്ടും, എവിടെ കൊളത്തിയാലും കിട്ടും. ഇങ്ങനെ കൊളത്തിയാലും കിട്ടും, ഇങ്ങനെ കൊളത്തിയാലും കിട്ടും, ഇങ്ങനെ കൊളത്തിയാലും. ഇടക്കിടക്ക് കൊളത്തി വെക്കണ്ടേ? എങ്ങനെ കൊളത്തിയാലും കിട്ടും. സബാനിയാക്കളായ മലക്കളെ കയ്യിലൊക്കെ കൊളത്ത് വടിയുണ്ട്.
ആ കൊളത്തുവടി കൊണ്ട് നിന്നെ വലിച്ച് താഴോട്ട് വീഴ്ത്താതിരിക്കാൻ എപ്പോഴും നീ പതിവാക്കിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ 19 അക്ഷരങ്ങൾ ആ 19 മലക്കുകളിൽ നിന്ന് കാവലാണ്. ചൊല്ലുമ്പോഴൊക്കെ പൂർണ്ണമായി ചൊല്ലിക്കോ. പള്ളിയിൽ കയറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി അരിങ്ങനെ നല്ലോണം കഴുകിയിട്ട് ഉമ്മമാരെ വെള്ളത്തിലേക്ക് അരി വാരിയിടുമ്പോ ആദ്യത്തെ കോരലിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് പാചകം ചെയ്യാൻ വേണ്ടി വേവിച്ച് റെഡിയാക്കിയിട്ട് പ്ലേറ്റിലേക്ക് വരുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈ കഴുകിയിട്ട് ആദ്യം തൊടുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുടങ്ങിയിട്ട് എല്ലാ സന്ദർഭത്തിലും ബിസ്മി ചൊല്ലുമ്പോ മുഴുവനായി ചൊല്ലിക്കോ. കുളി റൂമിലേക്ക് കയറുമ്പോഴും ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂത്രപ്പുരയിലേക്ക് കയറുന്നതിന്റെ മുമ്പ്, കാലെടുത്ത് വെക്കുന്നതിന്റെ മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുതി വൽ ഖബായിസ്. വസ്ത്രം ധരിക്കുന്ന സമയത്തും ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ത്രം അഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു തുടങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുന്നത് കുറക്കാതെ ചൊല്ലണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാവലിന്റെ ദിക്റല്ലേ. ആ പെണ്ണിനോട് ചോദിച്ചു, എന്തിനാണ് വിഷം പുരട്ടിയത്? യഹൂദിയായ പെണ്ണ് പറഞ്ഞു, ഒന്നിനുമല്ല, നിങ്ങൾ നബിയാണെങ്കിൽ നിങ്ങൾക്ക് വിഷം ഏൽക്കൂല. ഞാനൊന്ന് പരിശോധിക്കാൻ വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ നബിയാണെങ്കിൽ ഫലാ യദുറുക, വിഷം നിങ്ങൾ കേൾക്കൂല, ബുദ്ധിമുട്ടാക്കൂല. അതേ സമയത്ത് നിങ്ങൾ നബിയല്ലേ, ജനങ്ങൾ അങ്ങോട്ട് നിങ്ങളെ പിന്നാലെ നടക്കാതെ സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ. നിങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ആൾക്കാർ നിങ്ങളെ പിന്നിൽ ഇങ്ങനെ നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല നിലക്ക് അങ്ങോട്ടുമായിട്ട് ഇങ്ങോട്ടായിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇതൊക്കെ ആൾക്കാർ ചെയ്ത് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ. നിങ്ങൾ നബി അല്ലെങ്കിൽ നിങ്ങളങ്ങ് മരിച്ചു പോയാൽ പിന്നെ ആൾക്കാർക്ക് സ്വസ്ഥമായി ജീവിക്കാലോ, അതിനു വേണ്ടി ചെയ്തതാണ്. ജൂതന്മാരെ ഏൽപ്പിച്ച പണിയാണ്. അവരാണ് എല്ലാ ശത്രുതയും ചെയ്യുന്നത്. ഇപ്പോഴും ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. അവർക്ക് അത് തന്നെയാണ് പണി, വേറെ പണിയൊന്നുമില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാൻ എന്താണ് റസൂലാണെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞ അങ്ങനെയാണ്. റസൂലാന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്കുള്ള റസൂലല്ല, അറബികൾക്ക് വന്ന റസൂലാണ്. കണ്ട, എല്ലാവർക്കുള്ള റസൂലാണ് എന്ന് അല്ലാഹു തആല പറയാ. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും, ഒരു ഗോത്രത്തിനല്ല, ഒരു നാടിനല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിനല്ല, എല്ലാവർക്കും ഉള്ള റസൂലാണ്. ഒരു കുടുംബത്തിന് മാത്രമല്ല. മുമ്പുള്ള നബിമാരൊക്കെ വന്നത് അങ്ങനെയാണ്. മൂസാ നബി അലൈഹിസ്സലാം 12 ഗോത്രക്കാർക്ക്, ലൂത്ത് നബി അലൈഹിസ്സലാം 5 നഗരങ്ങളിലേക്ക്, ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തിലേക്ക്, ഹൂദ് നബി അലൈഹിസ്സലാം ആദ് ഗോത്രത്തിലേക്ക്. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലായിരുന്നു അതൊക്കെ. അതൊക്കെ പരിധിയുണ്ട്, പരിമിതിയുണ്ട്. പക്ഷെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫത്തൽ ലിന്നാസ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലേക്കുള്ള റസൂലാണ്. അവിടെ പിന്നെ വിഭാഗീയതല്ല. പക്ഷെ ഇവന്മാര് പറഞ്ഞു, വിശ്വസിക്കാൻ മടിയായിട്ട് ജൂതന്മാര് പറഞ്ഞു, അറബികളിലേക്ക് വന്ന റസൂലാണ്. എന്താ കാരണം എന്നറിയോ? അവർ സ്വപ്നം കണ്ടിരിക്കുന്ന അവസാനത്തെ റസൂൽ നമ്മളിൽ നിന്നായിരിക്കും വരിക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ അടയാളങ്ങളോടുകൂടിയും തങ്ങൾ പിറന്നതും തങ്ങൾ വന്നതും തങ്ങൾ ലോകത്താകമാനം ആ അത്ഭുതങ്ങളൊക്കെ വന്നപ്പോ അവർക്ക് ശരിക്കും മനസ്സിലായി ഇത് റസൂലാണ്. തിരിച്ചറിയാഞ്ഞിട്ടല്ല, ശരിക്കും തിരിച്ചറിയും. ഖുർആൻ പറഞ്ഞില്ലേ, കമാ യഅരിഫൂന അബ്നാഅഹും യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. സ്വന്തം മക്കളെ തിരിച്ചറിയും പോലെ തിരിച്ചറിയും. പക്ഷേ അസൂയ കൊണ്ട്, അഹങ്കാരം കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവരൊറ്റ കുഴപ്പാണ്. ഇന്നും സംഗതി അങ്ങനെ തന്നെയാണ്. മുസ്ലിങ്ങളോടുള്ള അസൂയയും അഹങ്കാരവും. അതുകൊണ്ടല്ലേ അടിച്ചമർത്തലിന് വിധേയമാക്കപ്പെടുന്നത്. അവരിത്രയും കർശനമായി ശിക്ഷ നടത്തിയിട്ട് സഹോദരങ്ങളെ
ഏതെങ്കിലും ഒരു കുട്ടി സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ യഹൂദികളുടെ കൂടെ പോകട്ടെ എന്ന് ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും അങ്ങോട്ട് പോയി ജീവിച്ചോ? ഞങ്ങൾ ഇനി നിങ്ങളെ കൂടെ നിങ്ങളെ മതത്തിലേക്ക് വരാന്ന് പറഞ്ഞോ? ഒരിക്കലും അത് സാധ്യമല്ല, അങ്ങനെ കഴിയുകയും ഇല്ല. വിശ്വാസം ഉറച്ച മുസ്ലിമീങ്ങൾ അവരെത്ര രൂപത്തിൽ ഷഹീദായാലും രക്തസാക്ഷിയായാലും അള്ളാഹു നൽകിയ ഇസ്ലാമിൽ നിന്ന് ഈമാനിൽ നിന്ന് അണു അളവ് പിറകോട്ട് പോകാതെ അതിൽ തന്നെ ജ്വലിച്ചു നിൽക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കളായ യഹൂദികൾ എല്ലാ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിർപ്പ് നൽകി. തങ്ങളെ വഫാത്തിന് ശേഷം പോലും വിടാതെ അവർ പിന്തുടർന്നില്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് വേണ്ടി, ശറഫാക്കപ്പെട്ട ശരീരത്തിന് വേണ്ടി ദാഹിച്ച് ആ ശരീരം കൊണ്ടുപോകുന്നതിന് വേണ്ടി ആളുകളെ പഠിച്ച് പയറ്റി വളർത്തി നന്നാക്കി ഖുർആൻ പഠിപ്പിച്ച് അവർക്ക് ഹദീസ് പഠിപ്പിച്ച് അവർക്ക് സർവ്വ ഇസ്ലാമിന്റെ കലകളും പഠിപ്പിച്ച് മദീനയിലേക്ക് പറഞ്ഞയച്ചില്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മഹബ്ബത്ത് അത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ട് മദീനയിലേക്ക് പറഞ്ഞയച്ചു രണ്ടാളുകളെ. ഈ രണ്ടാളുകളുടെ ഡ്യൂട്ടി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം അത് പൊക്കിക്കൊണ്ടുവരാനാണ് പറഞ്ഞയച്ചത്. ജീവിതകാലത്ത് ശല്യം തീരാത്തത് കൊണ്ട്, അസൂയ തീരാത്തത് കൊണ്ട് വഫാത്തിന് ശേഷവും അതേ പണി തന്നെയാണ് അവർ എടുത്തത്. ബഹുമാനപ്പെട്ട നൂറുദ്ദീനു ഷഹീദ് എന്ന് പറയുന്ന ഭരണാധികാരി രാജ്യം ഭരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നൂറുദ്ദീനു ഷഹീദ് എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹം തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് സാധാരണ ചൊല്ലുന്ന ഔറാദുകളൊക്കെ ചൊല്ലിയിട്ട് ഒന്ന് മയക്കത്തിലേക്ക് വീണപ്പോ ആ മയക്കത്തിൽ അതാ കാണുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ടാളുകളെ കാണിച്ചു കൊടുക്കുന്നു, തവിട്ട് നിറമുള്ള രണ്ടാളുകളെ. എന്നിട്ട് പറയുന്നു, അഞ്ചിദിനി മിൻ ഹാദൈൻ അൻഖിദിനി മിൻ ഹാദൈൻ. ഈ രണ്ടാളുകളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം, ഈ രണ്ടാളുകളിൽ നിന്ന് എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തി തരണം. അദ്ദേഹം ഉണർന്നു, പേടിച്ചുകൊണ്ട് ഉണർന്നു. ഉളു എടുത്തിട്ട് പിന്നെയും നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും ഉറക്കം വന്നു. ആ ഉറക്കത്തിൽ അതാ നേരത്തെ കണ്ട അതേ കാഴ്ച പിന്നെയും കാണുന്നു. സുബ്ഹാനല്ലാഹ്, പിന്നെയും അദ്ദേഹം ഞെട്ടി ഉണർന്നു. ഒരേ കാഴ്ച തന്നെ രണ്ടാമതും കണ്ടു. ഉണർന്നപ്പോ പിന്നെയും ഉളു എടുത്ത് നിസ്കരിച്ചു. മൂന്നാമത്തെ തവണയും ഇതേ രൂപത്തിൽ ഒരേ രാത്രി 3 തവണ ആവർത്തിച്ച് കണ്ടപ്പോൾ ഉണർന്നിട്ട് പറഞ്ഞു, ഇനി ഉറക്കമില്ല. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങൾക്കും സഹായം ചെയ്യുന്ന നല്ലൊരു സഹായിയുണ്ട്, ജമാലുദ്ദീൻ എന്ന് പറയുന്നൊരു സഹായി, ജമാലുദ്ദീനുൽ മൂസിലി. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇന്നത്തെ രാത്രി മുഴുവനും എന്റെ സ്ഥാനത്ത് നിങ്ങൾ ഇവിടെ നിൽക്കണം. എന്നിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിർവഹിക്കണം. അതെ, എനിക്ക് ഇപ്പോൾ മദീനയിലേക്കൊന്ന് പോകണം. മദീനയിലേക്ക് പോയിട്ട് കുറെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. മദീനയിൽ എത്തുന്ന കാര്യം ആരോടും പറയേണ്ടതില്ല. വേഗം മദീനയിലേക്ക് അന്നത്തെ രാത്രി തന്നെ പുറപ്പെട്ടു. രാജാവിന്റെ പിന്നിലോ 10-20ഓളം ആളുകളുണ്ട്. മദീനയിലെത്തിയിട്ട് ധാരാളം സമ്പത്തും കൂടെ കൊണ്ടുപോയി. മദീനയിലെത്തിയിട്ട് രാജാവ് മദീനക്കാരോട് മദീനയുടെ പുറത്ത് വെച്ച് കുളിച്ചു. നേരെ ഹുജ്റത്തു ഷരീഫയിലേക്ക് പോയിട്ട് സിയാറത്ത് ചെയ്തു. എന്നിട്ട് രാജാവ് അതാ അവിടെ ഇരിക്കുന്നു. രാജാവ് ഇങ്ങനെ വീക്ഷിക്കുകയാണ്. കുറെ ആളുകൾ മദീന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നുണ്ട്. മദീന പള്ളിയിലേക്ക് നിസ്കരിച്ച് സിയാറത്ത് കഴിഞ്ഞു പോകുന്നുണ്ട്. എല്ലാവരും പോകുന്ന ഭാഗത്ത് രാജാവ് ഇരിക്കുന്നു. നേരത്തെ കാണിച്ചു കൊടുത്ത രണ്ടാളുകളെ ഒന്ന് കാണുന്നുണ്ടോ എന്ന് നോക്കാനാണ്. പക്ഷേ എത്ര ഇരുന്നിട്ടും ആളുകളെ കാണാനില്ല. അപ്പൊ രാജാവ് പറഞ്ഞു, മദീനക്കാരായ ആളുകളോട് മൊത്തം ഒന്ന് ഹാജരാകാൻ വേണ്ടി പറയണം. രാജാവ് സാധാരണ വന്നാൽ
താമസിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിലേക്ക് എല്ലാവരോടും വരാൻ പറയണം. എല്ലാവർക്കും ഒരു ഹദിയ, രാജാവിന്റെ വക ഒരു സംഭാവന രാജാവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആരും തന്നെ മുടങ്ങിപ്പോകരുത്. എല്ലാവരോടും അവിടെ ഹാജരാകാൻ വേണ്ടി പറഞ്ഞു. ഓരോരുത്തര് വരുമ്പോ രാജാവ് നോക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്ത രൂപം ഇവിടെ. പക്ഷേ എത്രയോ ആളുകൾ വന്ന് സംഭാവന വാങ്ങി പോകുന്നു. രാജാവ് ചോദിക്കുന്നു, ഹൽ ബഖിയ അഹദുൻ ലം യഖുദ് ശൈഅൻ മിനസ് സ്വദഖ, എന്റെ സംഭാവന സ്വീകരിക്കാത്ത ആരെങ്കിലും ബാക്കിയുണ്ടോ? ജനങ്ങൾ പറഞ്ഞു, ഇല്ല രാജാവേ, ആരും ബാക്കിയില്ല, മദീനക്കാര് മൊത്തം വന്നിട്ടുണ്ട്. രാജാവ് പറഞ്ഞു, ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ, ആരെങ്കിലും ബാക്കിയുണ്ടോ? അപ്പൊ ആളുകൾ പറഞ്ഞു, ലം യബ്ഖ അഹദുൻ ഇല്ലാ റജുലൈനി മഗ്രിബിയൈൻ, പാശ്ചാത്യൻ ഭാഗത്തിൽ നിന്ന് വന്ന രണ്ടാളുകൾ ബാക്കിയുണ്ട്. അവരൊന്നും ആരിൽ നിന്നും വാങ്ങാറില്ല. അവര് തന്നെ നല്ല സമ്പന്നരാണ്, എല്ലാ സാധുക്കൾക്കും സംഭാവന കൊടുക്കുന്നവരാണ്, അത്രയും പണമുള്ള പണക്കാരാണ്. അവർക്ക് ആരുടെയും സംഭാവന ആവശ്യമില്ല. അതുകൊണ്ട് അവര് വന്നില്ല. രാജാവ് പറഞ്ഞു, അവരെ കൊണ്ടുവന്നേ പറ്റൂ, അവരെ കൊണ്ടുവരണം, നിർബന്ധമായിട്ടും കൊണ്ടുവരണം. അവരെന്തിനാണ് ബാക്കി വെച്ചത്? അങ്ങനെ ആ രണ്ടാളുകളെയും കൊണ്ടുവന്നു. രണ്ടാളുകൾ മുന്നിലെത്തിയപ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്ത അതേ രണ്ടാളുകൾ, ഒരു മാറ്റവുമില്ല. രാജാവ് ചോദിച്ചു, മിൻ ഐന അൻതുമാ, ഏത് നാട്ടുകാരാ നിങ്ങൾ? അവര് പറഞ്ഞു, ഞങ്ങൾ പടിഞ്ഞാറ് നാട്ടുകാരാണ്. ഞങ്ങളിവിടെ ഹജ്ജിന് വന്നപ്പോ മദീനയിൽ താമസിക്കാൻ ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറത്തു ഷരീഫയിൽ ഒന്ന് താമസിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. തങ്ങളെ ജിവാറ് ആഗ്രഹിച്ചുകൊണ്ട് കുറച്ചുകൂടി കാലം ഇവിടെ കൂടാമെന്ന് കരുതിയിട്ട് ഇവിടെ ഇങ്ങനെ താമസിച്ചിട്ട് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹജ്ജോ കഴിഞ്ഞിട്ട് ഇവിടെ താമസാക്കിയതാന്ന് ചോദിച്ചു. അപ്പൊ രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ സത്യം തുറന്നു പറയണം. എന്താ കാര്യം? സത്യം തുറന്നു പറയണം. അവര് പറഞ്ഞു, ഇല്ല, ഞങ്ങള് കാര്യമായിട്ട് വന്ന അതിനെന്നെയാണ്. കുറെ ഖുർആൻ ഞങ്ങൾ ഖത്മോദി തീർത്തു. വേണ്ട, ഖുർആനൊക്കെ ഖത്മോദി തീർത്തു. ഒരുപാട് ആളുകൾക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തി, ഒരുപാട് അടിമകളെ മോചിപ്പിച്ചു, പലതും ഞങ്ങൾ ചെയ്തു. ജനങ്ങളൊക്കെ പറയുന്നു, രാജാവേ, ഇവരെ സംശയിക്കാൻ പാടില്ല, ഇവർ ഞങ്ങളെ കുടുംബത്തിന് അങ്ങനെ തന്നിട്ടുണ്ട്, ഞങ്ങളെ കുടുംബത്തിന് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓരോരുത്തരും വന്ന അനുഭവം പറയാം. ചില ആൾക്കാർ വന്നു കണ്ടോ, രാജാവേ, ഇവരെ ഇബാദത്ത്, ഇവരൊന്നും നോമ്പാണ്, രാത്രി മുഴുവനും നിസ്കാരാണ്, ഹുജറത്തു ഷരീഫിൽ സിയാറത്തില്ലാത്തൊരു ടൈമും ഇല്ല, ജന്നത്തുൽ ബഖീലും എപ്പോഴും പോയി സിയാറത്ത് ചെയ്യും, ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരം സിയാറത്ത് ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത്രയും നല്ല മഹാന്മാരായി, ഇവരെ തെറ്റിദ്ധരിക്കരുത്. രാജാവിന് സംശയമായി, പടച്ചോനെ എങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ഞാൻ 3 പ്രാവശ്യം ഉറങ്ങിയപ്പോ 3 തവണയായി രണ്ടാൾക്കാരെ കാണിച്ചെന്നത് ഇതേ മുഖാണ്, ഇതേ കളറാണ്, ഇതേ രൂപഭാവമാണ്, ഒരു മാറ്റവുമില്ല. രാജാവ് പിന്നെയും ചോദിച്ചു, ഒന്നും വെളിവാകാത്ത കണ്ടപ്പോ, നിങ്ങൾ എന്നോട് സത്യം തുറന്നു പറയണം. അവര് പറഞ്ഞു, രാജാവേ, ഞങ്ങളെ വിശ്വസിക്കണം. അവസാനം രാജാവ്, നിങ്ങൾ എവിടെ താമസിച്ചിരുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞു. അവിടെയുള്ള പായകളൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഉയർത്താൻ പറഞ്ഞു. അങ്ങനെ അവര് രണ്ടുപേരും എപ്പോഴും ഇരുന്നിരുന്ന ഒരു പായ അതങ്ങ് പൊക്കി നോക്കുമ്പോ അവിടുന്ന് വലിയൊരു തുരങ്കം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുജറത്തു ഷരീഫയിലേക്ക് വലിയൊരു മാളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹുജറത്തു ഷരീഫയിലേക്ക് ഇത് എത്താൻ 1 2 മുഴം മാത്രമേ ബാക്കിയുള്ളൂ. ഇവരിങ്ങനെ കുടിക്കുന്നു. ജനങ്ങളൊക്കെ ഉറങ്ങിയ സമയത്ത് ഇങ്ങനെ കുഴിച്ച് സുബഹിന്റെ മുമ്പ്, ആളുകളൊക്കെ പള്ളിയിലെത്തുന്നതിന്റെ മുമ്പ് സിയാറത്തിനെന്നും പറഞ്ഞ് ജന്നത്തുൽ ബഖീലേക്ക് പോകും. 1 2 കവറിലായിട്ട് മണ്ണ് പിടിക്കും. ആ മണ്ണ് സുബ്ഹാനല്ലാഹ് പുതിയ കവറിന്റെ മേലെ കൊണ്ടുപോയിടും. അപ്പൊ പിന്നെ അറിയില്ലല്ലോ, ഈ ഓരോ ദിവസവും ഖബറാളികൾ ഇങ്ങനെ പുതിയത് വരില്ലേ, ആ ഖബറിന്റെ മേലെ കൊണ്ടുപോയിടുന്ന പണിയാണ്. രാജാവ് ഇത് കണ്ടപ്പോ ശക്തമായി അവരെ അടിച്ചു.
അടിച്ചിട്ട് അവരോട് സത്യം പറയാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, രാജാവേ, ഞങ്ങളെ ഒരുക്കി തയ്യാറാക്കി ഇങ്ങോട്ട് പറഞ്ഞേച്ചതാണ്. ഞങ്ങൾക്ക് വലിയ സ്വത്ത് ഓഫർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞേച്ച നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം പുറത്തെടുത്ത് കൊണ്ടുവരാനാണ്. മാസങ്ങളോളമായി ഞങ്ങൾ ഇവിടെ തമ്പടിക്കുന്നത് ഒന്നും രണ്ടും ദിവസമല്ല. സത്യമങ്ങ് അള്ളാഹു കാണിച്ചു കൊടുത്തപ്പോ സന്തോഷം കൊണ്ട് രാജാവ് കരഞ്ഞുപോയി. ഇത്രയും ക്രൂരത ചെയ്യാൻ വേണ്ടി നേതാക്കൾ നിങ്ങളെ തയ്യാറാക്കി വിട്ടപ്പോ ധൈര്യസമേതം നിങ്ങൾ ഇങ്ങ് വന്നു അല്ലേ? രാജാവ് പറഞ്ഞു, ഇവരെ പെരടി വെട്ടിയേക്കണം, ഇവരെ നാട്ടിലേക്ക് വിടാൻ പറ്റൂല. രണ്ടുപേരുടെയും പെരടി വെട്ടിപ്പോയി. പിന്നെ രാജാവ് പറഞ്ഞു, ഹുജ്റത്തു ഷരീഫയുടെ ചുറ്റുഭാഗത്തും വലിയ ഒരു കിണറിന്റെ ആയത്തിൽ കുഴി കുഴിച്ചിട്ട് അവിടെ കല്ല് പടുത്ത് വെച്ചിട്ട് ഈയം ഉരുക്കിയിട്ട് ആ കല്ലിന്റെ ഇടയിലൂടെ ഒഴിച്ചിട്ട് ഭദ്രമായ ഒരു തിണ്ണ കെട്ടണം. മുകൾ ഭാഗം വരെ അങ്ങനെ ഒരു മറയുണ്ടാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റത്തു ഷരീഫയുടെ ചുറ്റുഭാഗവും അങ്ങനെ ഒരു പണി ചെയ്യാൻ നൂറുദ്ദീൻ ഷഹീദ് രാജാവ് ഹിജ്റ 5-ാമത്തെ നൂറ്റാണ്ടിൽ അതേ രാജ്യം ഭരിച്ച രാജാക്കന്മാരിൽപ്പെട്ട രാജാവാണ്. അദ്ദേഹം പറഞ്ഞു കൽപ്പിച്ചു പോയി. ജൂതന്മാരുടെയും അതുപോലത്തെ ആളുകളുടെയും സ്വഭാവം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പ് കിട്ടുമോ, തങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യാനൊരു മാർഗം കിട്ടുമോ, അതിനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ ധാരാളം പഠിച്ച് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് അടുക്കുകയും സ്വലാത്തുകളും മദ്ഹുകളും ധാരാളം ചൊല്ലുകയും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. കൂട്ടത്തിൽ ആ മഹബ്ബത്തിന്റെ ഭാഗമായി നമ്മളെല്ലാവരും ജീവിതത്തിൽ നല്ല കരുതലോടുകൂടെ ജീവിക്കണം. തിന്മകൾ കൂലം കുത്തി ഒഴുകുന്ന സമയമാണ്. നമ്മുടെ മക്കളെയും ചെറുപ്പക്കാരെയും കുടുംബക്കാരെയൊക്കെ നല്ലോണം നിയന്ത്രിക്കണം. കള്ളും കഞ്ചാവും മയക്കുമരുന്നും സർവ്വവ്യാപകമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികളടക്കം അതിന് വഴിപ്പെട്ടു പോവുകയാണ്. നിർബന്ധിതരായിട്ടും അല്ലാതെയും ഒക്കെ സ്വീകരിച്ചു പോവുകയാണ്. പിന്നെ അത് കിട്ടാതെയായി വരുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾ ആക്രമിക്കുകയും കൊല്ലാകൊല നടത്താനൊക്കെ ഒരു മടിയില്ലാത്ത രൂപത്തിൽ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്ക്, മഹബത്ത് വെക്കുന്ന ഒരാൾക്ക് ഉണ്ടായിത്തീരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമല്ലേ ഇത്തിബാഴ്, അനുധാവനം. സുന്നത്തുകൾ മാത്രം ചെയ്യാന്നുള്ളതല്ലല്ലോ ഇത്തിബാഴ്. തങ്ങൾക്ക് വെറുപ്പായ കാര്യങ്ങളൊക്കെ നമുക്ക് വെറുപ്പാകണം. ഞങ്ങൾക്ക് ഏറ്റവും വെറുപ്പാണ് മുഹറമാത്ത്, ഹറാമുകളാണ് തങ്ങൾക്ക് ഏറ്റവും വെറുപ്പ്. കുട്ടിക്കാലത്ത് തന്നെ തങ്ങൾക്ക് വെറുപ്പായിരുന്നു ഇബാദത്തുൽ ഔസാൻ, വിഗ്രഹാരാധന, ശിർക്ക്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ തങ്ങൾക്ക് വെറുപ്പായിരുന്നു. അന്ന് മക്കയിലുള്ള ആൾക്കാരൊക്കെ ആഘോഷത്തിന് പോകുമ്പോഴൊന്നും ആഘോഷത്തിന് പോകാതെ വീട്ടിലിരിക്കുന്ന നേതാവാണ് 3, 4, 5 വയസ്സായപ്പോഴൊക്കെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബക്കാരിൽപ്പെട്ട പലരും പറയും, ഒരു ആഘോഷമല്ലേ പോയി വരാം. ഞാൻ അതിലില്ലാന്ന് പറയുന്നത്, നിങ്ങൾ പോയിക്കോളൂ. പക്ഷെ ഇപ്പൊ നമ്മളാൾക്കാർക്ക് ഈമാന്റെ ദുർബലത കൊണ്ട് എല്ലാ ആഘോഷങ്ങളും നമുക്ക് പറ്റുന്നുള്ളിടത്താണ് ഇപ്പൊ നമ്മളെ അവസ്ഥ. അത് പ്രശ്നമാക്കണ്ടാക്ക. സൗഹൃദത്തിന്റെ ഭാഗമായിട്ട്, സൗഹൃദത്തിനും അങ്ങനെ പരന്ന ആഘോഷമൊന്നുമില്ല. അങ്ങനെ എല്ലാവരെയും ആഘോഷത്തിൽ പോയിട്ട് ഊണ് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഇസ്ലാം കൽപ്പിച്ച ആഘോഷങ്ങളുണ്ട്, അതിൽ മാത്രമേ സംബന്ധിക്കാം. അല്ലാത്ത ഒരു സൗഹാർദ്ദവും ഇല്ല. അവിടെ നമ്മൾ പോയി വെറുതെ സ്വീപ്പുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ തടയാനും പോകണ്ട, എതിർക്കാനും പോകണ്ട, ഒന്നിനും പോകണ്ട. സ്വസ്ഥമായിട്ട് അവർ നടത്തിക്കോട്ടെ. ഒരാളിനും നമ്മൾ എതിർക്കാൻ പോകണ്ട. ഓരോ വിഭാഗത്തിനും ഓരോ ആഘോഷമുണ്ട്, അതവർ സ്വച്ഛന്തമായി നടത്തിക്കോട്ടെ. നമ്മൾ എതിർക്കാനും പോകണ്ട, ഭാഗവാക്കാകാനും പോകണ്ട. നമുക്ക് അല്ലാഹു നിശ്ചയിച്ച ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷങ്ങളിൽ ധാരാളം ആഘോഷങ്ങൾ ഇസ്ലാമിൽ തന്നെ. എല്ലാം ഇബാദത്തിൽ ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ്. അതിലൊക്കെ മുഴുകിക്കൊണ്ട് ഈമാനെ സലാമത്താക്കുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മളെ ഖൽബ് നന്നാക്കുക,
നമ്മുടെ സ്വഭാവം നന്നാക്കുക, അവിടുത്തെ ഇത്തിബാ ചെയ്ത് ജീവിക്കുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തങ്ങളെ കാണാനുള്ള ആഗ്രഹവും ആശയും അത് നിറവേറ്റാനുള്ള പക്വതയിലേക്ക് നമ്മൾ വളർന്നു വരിക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സദസ്സ് അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.